അല്ല, വീക്ഷണത്തിൽ വരുന്ന ഒരു എഡിറ്റോറിയലിന് ഞാൻ മറുപടി വേണ്ട കാര്യമില്ലാത്ത പോലെ തന്നെയാണ് കഴിഞ്ഞ 2 മാസക്കാലം, 6 മാസക്കാലമായി വീക്ഷണവും ദീപികയും ചെയ്യുന്ന ജോലി ഒന്നാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അവർ വിമർശിക്കണം, കുഴപ്പമില്ല. പക്ഷേ അതിന് ക്രിസ്ത്യാനിയുടെ കെയർ ഓഫിൽ വിമർശിക്കേണ്ട. ക്രൈസ്തവ മുഖപത്രം എന്ന നിലയിൽ ആ വിമർശനത്തെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം കോൺഗ്രസിന് വേണ്ടി വിടുപണി ചെയ്യുകയാണ്. കവലച്ചട്ടമ്പി മുണ്ട് മണിക്കൂത്തെ പേടിക്കില്ല എന്നൊക്കെയാണ് ദീപിക ഇന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അത് അവരുടെ വാപ്പായെ പറ്റി എഴുതിയിരിക്കുന്നത്. അത് പാരിസ് ഓവക്കറാണല്ലോ. പാരിസ് ഓവക്കറിൻ്റെ പത്രമല്ല. സഭയായിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ല. സഭയായിട്ട് പ്രശ്നമില്ലെന്നല്ല, സഭയിലെ പിതാക്കന്മാരെല്ലാം ബഹുമാനമാണ്. പക്ഷെ പിതാക്കന്മാർ ഈ നന്ദികേട് കാണിച്ച് രാഷ്ട്രീയം കളിച്ചാൽ ഞാൻ വർത്തമാനം പറയും. നമുക്കിവിടെ അനുകൂലമായിട്ടുള്ള നിരവധി ആൾക്കാർ അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. അപ്പം അങ്ങനെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ചില സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവില്ലായിരിക്കും. നമസ്കാരം. കേരളം പിടിക്കാൻ ക്രൈസ്തവ സഭകളെ ലക്ഷ്യമിട്ടിരുന്ന ബിജെപിയുടെ നീക്കങ്ങൾ പാളിയോ? ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഫലം കണ്ടില്ലേ? തെരഞ്ഞെടുപ്പിന് പിന്നാലെ സഭാ മുഖപത്രമായ ദീപികയും ബിജെപി നേതാക്കളായ പി.സി. ജോർജും ഷോൺ ജോർജും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുമ്പോൾ ഏതൊരു സാധാരണക്കാരനും തോന്നുന്ന സംശയങ്ങളാണ് ഇതൊക്കെ. ബിഷപ്പിനെ ഉൾപ്പെടെ അവഹേളിച്ചതിൽ ശക്തമായ മറുപടിയാണ് ദീപിക നൽകിയത്. ഭീഷണിയുമായി ഏത് രാഷ്ട്രീയ അവസരവാദി വന്നാലും വഴങ്ങില്ലെന്ന് ദീപിക വ്യക്തമാക്കുമ്പോൾ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ഷോൺ ജോർജും പി.സി. ജോർജും. ഇരുവരെയും തള്ളാത്ത ബിജെപി നേതൃത്വത്തിന്റെ സമീപനത്തിൽ സഭാ നേതൃത്വത്തിന് വലിയ അതൃപ്തിയുമുണ്ട്. ഈ വിഷയത്തിൽ സഭാ നേതൃത്വം കരുതലോടെ നീങ്ങുമ്പോൾ സഭയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി കോൺഗ്രസും CPM-ഉം രംഗത്തു വന്നു. തെരഞ്ഞെടുപ്പിന് പിന്നാലെയുണ്ടായ ഈ സംഭവ വികാസങ്ങൾ ക്രൈസ്തവരിൽ ആശങ്ക സൃഷ്ടിക്കുമോ? ബിജെപിയുടെ നീക്കങ്ങൾ പാളിയോ? ഷോണും പി.സിയും യഥാർത്ഥത്തിൽ ബിജെപിയെ വെട്ടിലാക്കിയോ? ഈ വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ചർച്ചയിൽ എനിക്കൊപ്പം ഫാദർ ജോൺസൺ തേക്കടയിൽ, ബിഷപ്സ് കമ്മീസറി വസന്ത് സിറിയക് കോൺഗ്രസ് പ്രതിനിധി, ഡി സുരേഷ് കുമാർ CPM പ്രതിനിധി, ബിജെപി പ്രതിനിധിയായി നന്ദു, ശ്രീ ജോർജ് കള്ളിവയലിൽ മാധ്യമപ്രവർത്തകൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ഫാദർ ജോൺസൺ തേക്കടയിൽ. കഴിഞ്ഞ ദിവസം ഷോൺ ജോർജും പി.സി. ജോർജും അതിശക്തമായ ഭാഷകളിലാണ് പ്രതികരിച്ചത്. ഇങ്ങോട്ട് വേണ്ടെങ്കിൽ അങ്ങോട്ടുമില്ല എന്ന രീതിയിൽ നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇന്നാകുമ്പോൾ ഷോൺ ജോർജ് പറയുന്നു ദീപിക മുഖപത്രത്തിനെതിരെയാണ് പറഞ്ഞത്, പത്രം സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെയാണ് എന്ന് പറഞ്ഞ് മയപ്പെടുത്തുന്നുണ്ട്. ആ രീതിയിൽ അതിനെ വിശദീകരിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ അതിനെ ഉൾക്കൊള്ളുന്നുണ്ടോ? അങ്ങനെയാണ് ഇത് മുഖപത്രത്തിനെതിരായ വിമർശനം എന്ന നിലയിൽ ചുരുക്കുന്നുണ്ടോ? അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ? ന്യൂസ് 18 ഈ വിഷയം എടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ ശ്രീ പി.സി. ജോർജ് സാറും അദ്ദേഹത്തിന്റെ മകൻ ഷോണും മത്സര രംഗത്തുണ്ടായിരുന്നു. അവർ രണ്ടുപേരും അവരുടെ പ്രാഗൽഭ്യം രാഷ്ട്രീയപരമായിട്ട് വളരെയധികം ശ്രദ്ധ നേടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്ന 2 കാൻഡിഡേറ്റ്സ് ആയിരുന്നു. അവര് ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിനിധികളായിട്ടല്ലല്ലോ മത്സരിച്ചത്. അവർ മത്സരിച്ചത് ബിജെപിയുടെ കാൻഡിഡേറ്റ്സ് ആയിട്ടാണ്. അപ്പോൾ ഈ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്തുടനീളവും നമ്മുടെ സംസ്ഥാനത്തും ആരും അങ്ങനെ മതത്തിന്റെ കാൻഡിഡേറ്റ് ആയിട്ട് അല്ലെങ്കിൽ സഭ ഇന്ന ആളുകളെ ഞങ്ങളുടെ കാൻഡിഡേറ്റ് ആയിട്ട് നിർത്തിക്കോ എന്ന് പറഞ്ഞ് ആരും നിർത്തിയായിട്ട് എന്റെ അറിവിലില്ല. അവര് രാഷ്ട്രീയപരമായിട്ടുള്ള കണ്ടസ്റ്റിൽ അവർക്ക് നേടാവുന്നിടത്തോളം വോട്ടുകൾ നേടാൻ തക്കവണ്ണം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമോ അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഇലക്ഷന്റെ 2 ദിവസങ്ങൾ മുമ്പ് തന്നെ നമുക്കറിയാവുന്ന പോലെ പ്രിയപ്പെട്ട പി.സി. ജോർജ് സാറും അദ്ദേഹത്തിന്റെ മകൻ ഷോണും ഒക്കെ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ വളരെ ശക്തമായി കിടക്കുകയാണ്. ഞാൻ എൻ്റെ ഓർമ്മയെ കുറച്ച് പിന്നോട്ട് കൊണ്ടുപോവുകയാണ്. നമ്മുടെ ശ്രീ പി.സി. ജോർജ് സാറ് കുറച്ച് നാളുകൾക്ക് മുമ്പ്, അഥവാ ബിജെപിയിൽ കയറുന്നതിനൊക്കെ കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹം 2 പ്രാവശ്യം നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രിജിയെ കുറിച്ച് 2 തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു മോഡിജി ആണ് ഏറ്റവും നല്ല വ്യക്തി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പിന്നീട് പറഞ്ഞത്, ഞാൻ വിചാരിച്ചു മോഡി ഒരു നല്ല ഭരണാധികാരി ആയിരിക്കുന്നു, എന്നാൽ അദ്ദേഹത്തെ പോലെ ഇത്രയും മോശപ്പെട്ട ഒരു ഭരണാധികാരി ഇന്ത്യ കണ്ടിട്ടില്ല എന്നും ഇതേ പി.സി. ജോർജ് സാർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ നിലപാടുകളും ഷോൺ ജോർജിന്റെ നിലപാടുകളും കൂടെ മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് സഭ അവരെ താങ്ങുകയും അവർക്ക് വേണ്ടി വാദിക്കുകയും അവരെ പുകഴ്ത്തുകയും അവർക്ക് വോട്ട് ചെയ്യുകയും ചെയ്യണമെന്നൊക്കെ അവരെ കാംക്ഷിച്ചാൽ അതെങ്ങനെയാ സാധിക്കുക?
നമുക്കൊക്കെ അപ്പ കാണുന്നതിനെ കയറി അപ്പ എന്ന് വിളിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളാണല്ലോ. നമുക്കൊക്കെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നവരാണ്. അപ്പോൾ അതിന് ക്രിസ്തീയ സഭയോ പിതാക്കന്മാർ സഭയുടെ മെത്രാന്മാരെയോ അച്ഛന്മാരെയോ അല്ലെങ്കിൽ അതിന്റെ ചുമതലക്കാരെയോ ഒക്കെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് കാര്യമുണ്ടോ? തങ്ങൾക്ക് വോട്ട് കുറയാൻ കാരണം അവര് വേണ്ടുന്ന പോലെ ജനം അംഗീകരിച്ചില്ല എന്നുള്ള ആ ഒരു ബോധ്യം അവരിൽ ഉണ്ടാകുകയും സഭയോ സഭയുടെ നേതൃത്വ നിരയോ കുറ്റപ്പെടുത്താതിരിക്കുകയും ചെയ്യുകയായിരുന്നു ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. ഇനി അത് ദീപിക പത്രവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ ഞാൻ അതിന്റെ പ്രധാന ചുമതലക്കാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവരാരും ഇവരെ ഫോക്കസ് ചെയ്തുകൊണ്ടല്ല സംസാരിച്ചത്. അവര് പ്രത്യേകിച്ച് ഇന്നത്തെ എഡിറ്റോറിയലിലൊക്കെ വന്നിരിക്കുന്നത് മാർപ്പാപ്പ വളരെ കൃത്യമായിട്ട് ട്രംപിന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ നയങ്ങളെ, ഇപ്പോഴത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ എടുത്ത് പറഞ്ഞ് സഭ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഹീനപ്രവർത്തികളിൽ ഇടപെടുകയില്ല, അത് പാടില്ല, സമൂഹത്തിന് നാശം വരുത്തുന്നതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ആ നിലപാടിനെ എടുത്തു പറഞ്ഞിട്ടാണ് പറയുന്നത്. അതിനെതിരെ ഏത് വ്യക്തിത്വങ്ങൾ മുണ്ടും മടക്കും ഉടുത്തു വന്നു കഴിഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കുകയില്ല, ചട്ടമ്പി തരവുമായിട്ടൊന്നും സഭയുടെ മുമ്പാകെയോ അല്ലെങ്കിൽ വിശ്വാസികളുടെ മുമ്പാകെയോ വന്നതുകൊണ്ട് പ്രയോജനമില്ല എന്ന്. അപ്പൊ അതിന് ആ ഒരു പത്രത്തോട് മേക്കിട്ട് കയറിയിട്ട് കാര്യമെല്ലാം ഉണ്ട്. പിന്നെ അവരുടെ ഞാൻ കണ്ടത് ന്യൂസ് 18 തന്നെ പുറത്തുവിട്ടാണ്, അവരുടെ പരസ്യങ്ങളൊന്നും വന്നില്ല. പരസ്യം കൊടുത്തിരുന്നെങ്കിൽ വന്നേനെ. ഏത് പത്രത്തിലും പരസ്യം കൊടുക്കുമ്പോഴാണല്ലോ പരസ്യങ്ങൾ വരുന്നത്. ഇപ്പൊ ഓരോരുത്തരുടെയും നിലവാരം അനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള അവരോർക്കറിയാം. അപ്പൊ അതിനൊക്കെ പത്രപ്രവർത്തകരെയും പത്രത്തെയൊക്കെ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ അതൊന്നും വിലപ്പോവുകയല്ല. പിന്നെ ക്രിസ്തീയ സഭയെ സംബന്ധിച്ചിടത്തോളം ഷോൺ പറഞ്ഞതുപോലെ സഭയെ വേണ്ട എന്നോ സഭയ്ക്ക് അദ്ദേഹത്തെ വേണ്ട എന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. സഭ എന്ന് പറയുന്നത് ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. വിശ്വാസത്താൽ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകരായി സ്വീകരിച്ചവരുടെ കൂട്ടമാണ് സഭ. ആ സഭയിൽ ചേർക്കുന്ന കർത്താവാണ്, മനുഷ്യരല്ല. അപ്പോൾ ആ സഭയുടെ ചുമതലക്കാരായിട്ടുള്ള പട്ടക്കാരോ മെത്രാന്മാരോ ഒക്കെ അവരെ ആത്മീയമായിട്ട് വളർത്താൻ വേണ്ടി നിയുക്തരായിട്ടുള്ള വ്യക്തികളാണ്. അപ്പൊ ഇവർ പറയുന്ന അനുസരിച്ച് താളം തുള്ളുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയത്തക്കവണ്ണം അത്ര ഹീനമായി പോയോ അവരുടെ താമരപ്പൂവിന്മേലുള്ള ഇരിപ്പ് എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ചോദ്യം. അപ്പൊ നമ്മളൊരു കാര്യം ഇപ്പോ അവർ ദീപിക മുഖപത്രവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലേക്ക് ഷോൺ ജോർജ് ഈ വിഷയത്തെ ചുരുക്കുമ്പോൾ PC ജോർജ് പിന്നെയും ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. മെത്രാന്മാർ രാഷ്ട്രീയം പറഞ്ഞാൽ രാഷ്ട്രീയമായി തന്നെ താൻ നേരിടും എന്നതാണ് പറയുന്നത്. അദ്ദേഹം ആരാണ് ആ രീതിയിൽ പേരെടുത്ത് തന്നെ പറയുന്നുണ്ട്. കാഞ്ഞിരപ്പള്ളി പിതാവ് UDF-ന് വോട്ട് ചെയ്യാൻ പറഞ്ഞു എന്നതാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചിരിക്കുന്ന കാര്യം. അപ്പോൾ പിതാക്കന്മാർ ഈ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അഭിപ്രായ രൂപീകരണത്തിനും അല്ലെങ്കിൽ വോട്ട് ആർക്ക് ചെയ്യണം എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. മഠത്തിൽ വരെ വിളിച്ച് അത്തരം നിർദ്ദേശങ്ങൾ നൽകി. അങ്ങനെ രാഷ്ട്രീയം പറയുന്നവരെ രാഷ്ട്രീയമായി തന്നെ താൻ നേരിടും. അത് സഭയ്ക്കെതിരായ തന്റെ നീക്കമല്ല, രാഷ്ട്രീയം പറയുന്ന പിതാക്കന്മാർക്കെതിരെയാണ് എന്ന് PC ജോർജ് പറയുന്നുണ്ട്. അപ്പോൾ അത്തരം ഇടപെടലുകൾ നടക്കുന്നുണ്ടോ സഭാ നേതൃത്വത്തിൽ നിന്ന്? രേണുക, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. എല്ലാ ബിഷപ്പന്മാർക്കും എല്ലാ അച്ഛന്മാർക്കും എല്ലാ സന്യസ്തരായിട്ടുള്ള കന്യാസ്ത്രീകന്മാർക്കും അവരവരുടെ രാഷ്ട്രീയമുണ്ട്. അവരവർക്ക് ആ രാഷ്ട്രീയം വിശ്വസിക്കാനും അംഗീകരിക്കാനും അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മളൊക്കെ വോട്ട് ചെയ്യുന്നത്. എനിക്ക് എന്റേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്, രേണുകയ്ക്ക് രാഷ്ട്രീയമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആ രാഷ്ട്രീയത്തിൽ തങ്ങൾക്ക് അനുകൂലമായിട്ട് ആരൊക്കെ പ്രവർത്തിക്കുമോ അവർക്കായിരിക്കും തങ്ങളുടെ വോട്ട് കൊടുക്കുക. അത് പരസ്പരം നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ പലപ്പോഴും പറയും, ഇന്ന ആളുകളൊക്കെ വന്നിരുന്നെങ്കിൽ നമുക്കൊരു പക്ഷെങ്കിൽ നമ്മുടെ ഇന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമായിരുന്നു എന്ന് ചിലരൊക്കെ പങ്കുവെക്കാറുണ്ടായിരിക്കും. എന്നാൽ അത് അവനവന്റെ ഓരോ വ്യക്തികളുടെ ആഗ്രഹവും താല്പര്യവും അനുസരിച്ചാണ്. അതിന് ഇന്ന പോലെ ചട്ടക്കൂട്ടിൽ ഇന്ന ആളുകളെ ജയിപ്പിക്കണമെന്നൊന്നും അങ്ങനെ ഒരു സഭയും അങ്ങനെയൊന്നും ഒരു നിലപാടെടുത്തായിട്ട് ഞാൻ കേട്ടിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്കറിയത്തുമില്ല. അപ്പം ഇത് ആരൊക്കെയോ അദ്ദേഹത്തോട് പറയുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരാജയ ഭീതി എനിക്കറിഞ്ഞുകൂടാ. അദ്ദേഹം വിജയിക്കണമെന്നുള്ളതാണ് എന്റെയും ആഗ്രഹം. അദ്ദേഹത്തിന്റെ പരാജയ ഭീതി ഉള്ളിൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞാണോ പങ്കുവെച്ചാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇന്ന് പറയുന്നതല്ലല്ലോ നാളെ അദ്ദേഹം പറയുക. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇന്നലത്തെ വാക്കുകളും ഇന്നത്തെ വാക്കുകളും ഒന്നും തന്നെ നമ്മൾ മുഖവിലയ്ക്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇന്നലെ അദ്ദേഹം 2 ദിവസം മുമ്പ് പിതാക്കന്മാരെ എല്ലാം തന്നെ ഊളന്മാരെന്ന് വിളിച്ചതാണ്, അല്ലെ? ഊളന്മാരെന്ന് വിളിച്ചതാണ്. എന്നിട്ട് അത് മാറ്റി പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് സ്വയമേ ഒരു തീരുമാന ശക്തിയില്ല. അദ്ദേഹത്തിന്റെ വായി തോന്നുന്നത്
ആർക്കോ പാട്ടെന്നൊക്കെ നമ്മൾ കേൾക്കാറുള്ളത് പോലെ അങ്ങ് പറയുന്നു. അതിനകത്ത് യാതൊരു രാഷ്ട്രീയവുമില്ല, രാഷ്ട്രീയ ബോധവുമില്ല. അതിനാണ് ഞാൻ വളരെ നല്ലൊരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചത്. നമ്മുടെ പ്രധാനമന്ത്രിജിയെ പോലും അദ്ദേഹം വളരെ മോശമായിട്ട് BJP-യിൽ ചേരുന്നതിന് മുമ്പായിട്ട് പറഞ്ഞ ഇടക്കാലത്തൊന്ന് പോയിട്ട് NDA പോയിട്ട് ആ സമയത്ത് അദ്ദേഹം നല്ലതായിട്ട് വാഴ്ത്തിയതിന് ശേഷം അവിടുന്ന് തിരിച്ചു പോരാൻ നേരത്ത് അങ്ങനെ പറഞ്ഞ ആളാണ്. അപ്പം അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ആരുടെ ചാക്കിനോടാണ് നമ്മൾ ഉപമിക്കേണ്ടതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ശരി, അപ്പോ ഏത് രാഷ്ട്രീയ അവസരവാദി മുണ്ടു മടക്കി കുത്തി വന്നാലും ഇത് തന്നെ നിലപാടെടുക്കും എന്നതാണ് ദീപിക ഇന്ന് മുഖപ്രസംഗത്തിൽ പറഞ്ഞു നിർത്തിയത്. എനിക്ക് തോന്നുന്നു ഫാദറും അത് തന്നെയാണ്. അതെ, ഫാദറിന്റെ വാക്കുകളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. രാഷ്ട്രീയ അവസരവാദത്തിനൊത്ത് നിലപാട് മാറ്റുന്നവരെ ആ നിലയിൽ തന്നെ കാണും എന്നതാണ് ഫാദറും പറഞ്ഞു വെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നു. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ദയവായി തുടരുക. ശ്രീ നന്ദു, നിലപാടുകളുണ്ട്. നന്ദു, ഇവിടെ ഇപ്പോ BJP ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം നിർത്താനുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അത് നമ്മൾ ഈസ്റ്ററിനും ക്രിസ്മസിനും ഒക്കെ കാണുന്നതാണ്. അവിടെ എത്തുന്നു, അവരുമായി ചർച്ച നടത്തുന്നു, അവരുമായി സംവദിക്കുന്നു. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഒരു ലക്ഷ്യമാക്കി കണ്ട് പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. നിങ്ങൾ അധികാരപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് പാർട്ടിയിൽ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് നിരവധി പേര് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുത്തി ആ സന്ദേശം നൽകുകയും ഒക്കെ ചെയ്തു. അതിൽപ്പെട്ടവരാണ് ഷോൺ ജോർജും PC ജോർജും. യഥാർത്ഥത്തിൽ ഇപ്പോൾ അവരുടെ പ്രസ്താവനകൾ, ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ അവർ നടത്തിയിരിക്കുന്ന ഈ പ്രസ്താവനകൾ BJP-യെ വെട്ടിലാക്കുന്നതല്ലേ? അല്ല, അത് ഒരാൾക്ക് വ്യക്തിപരമായി അവരുടെ അഭിപ്രായം പറയുന്നതിന് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കൂച്ചുലം കാണാൻ സാധിക്കുമോ? അങ്ങനെ സാധിക്കില്ല. പക്ഷേ ഇതിനകത്തുള്ള നിങ്ങളുടെയൊക്കെ ഒരു നറേഷൻ, ആ നറേഷനാണ് തെറ്റ്. അതായത് ഇപ്പോൾ താങ്കളുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച്, BJP-യുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളിയോ? അപ്പോൾ പാളിയോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഇന്നല്ലല്ലോ, അത് നിങ്ങളുമല്ല ഞാനുമല്ല. അത് പാളിയോ ഇല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് മെയ് മാസം 4-ാം തീയതി. അതല്ലാതെ ഈ പാനലിരിക്കുന്ന ആരെങ്കിലും ഒരാൾ ഇന്നത് പാളി എന്ന് പറഞ്ഞത് കൊണ്ട് അത് പാളിപ്പോവോ? ഒരിക്കലുമല്ല. പിന്നെ വോട്ട് ചെയ്യുന്നവൻ അവൻ്റെ മുന്നിൽ കാണുന്ന യാഥാർത്ഥ്യത്തെ വെച്ചാണ് വോട്ട് ചെയ്യുന്നത്. അല്ലാതെ ആരെങ്കിലുമൊക്കെ 4 അക്ഷരം ഒരു പത്രത്തിലെ 4 കോളം വാർത്ത കണ്ടിട്ടാണ് ഒരാൾ വോട്ട് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ തീരുമാനിച്ചാൽ അതൊക്കെ വലിയ വിഡ്ഢിത്തരായി മാറും. ഇനി ഇപ്പോൾ ദീപിക പത്രത്തെ ചൊല്ലിയാണല്ലോ ഈ പ്രശ്നം തുടങ്ങിയിരിക്കുന്നത്. ദീപിക പത്രം ഏത് സഭയുടെ മുഖപത്രമാണ്? ദീപിക പത്രത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സഭയെ അപമാനിക്കുകയാണ് എന്ന് നിങ്ങളൊക്കെ കൂടെ ഒരു നറേഷൻ കൊണ്ടുവരുന്നു. ഏത് സഭയുടെ പത്രമാണ് ദീപിക? ഏത് സഭയുടെ മുഖപത്രമാണ് ദീപിക? ഒരു സഭയുടെ മുഖപത്രമല്ല. ഫാരിസ് അബൂബക്കർ എന്ന് പറയുന്ന ഒരു വ്യവസായിയുടെ പത്രം. അതിനെ KC വേണുഗോപാൽ ഈ പറയുന്ന കോൺഗ്രസ് ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളുടെ ഈ പറയുന്ന പരസ്യങ്ങളൊക്കെ കൊടുത്ത് അയാളുടെ ഒരു എർത്താക്കി കൂടെ കൊണ്ടു കിടക്കുന്നു. അതിനുവേണ്ടി കോൺഗ്രസിൻ്റെ മുഖപത്രം പോലെ പ്രവർത്തിക്കുന്നു. അതിനപ്പുറം ദീപിക എന്ന് പറയുന്ന പത്രത്തിന് വിശുദ്ധിയൊക്കെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടം കഴിഞ്ഞു. ദീപിയെ കുറിച്ചൊക്കെ ദീപികയുടെ എഡിറ്റർ വഴി ഇരിക്കുമ്പോൾ ഇല്ലാത്ത നുണകൾ പറയരുത്. ഞാൻ താങ്കളെ മോശമായോ, താങ്കളുടെ പത്രത്തെ മോശമായോ, അല്ലെങ്കിൽ താങ്കളുടെ പത്രത്തിനെ കുറിച്ച് എന്തെങ്കിലും മോശമായ, നിങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ പരസ്യം വാങ്ങുന്നില്ലേ? അതൊക്കെ ഞങ്ങൾ പറഞ്ഞോളാം. അത് വാങ്ങിയെന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? വാങ്ങുന്നത് തെറ്റ് അല്ല, വാങ്ങിയവർക്ക് തെറ്റില്ല. വാങ്ങിയെന്ന് പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞാൽ അതങ്ങ് സമ്മതിച്ചു തരാൻ പറ്റുമോ? ഇതിനകത്ത് ഞാൻ നിങ്ങൾ കള്ളപ്പണം വാങ്ങിയെന്ന് പറഞ്ഞില്ലല്ലോ, നിങ്ങളെ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, നിങ്ങളെ കള്ളപ്പണം വെളുപ്പിക്കാൻ കൂട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞെന്താ, നിങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ പരസ്യം വാങ്ങി. അത് വാങ്ങിയോ? വാങ്ങിയില്ലെങ്കിൽ വാങ്ങിയില്ല നിങ്ങൾ പറയും. താങ്കൾ എന്തെങ്കിലും സത്യം പറയുമ്പോൾ അങ്ങനെ ശബ്ദിച്ചല്ല. ഞാൻ എന്റെ പോയിന്റിലേക്ക് വന്നില്ല, അതിനുമ്പ് അദ്ദേഹം ഇടപെട്ടില്ല. ഞാൻ പറയട്ടെ, അദ്ദേഹം ദീപികയുടെ എഡിറ്റോറിയൽ ചീഫാണ്. അദ്ദേഹം പറഞ്ഞത് അതിന്റെ ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചത് ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയുടെ, KC വേണുഗോപാൽ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് സംഘടനയുടെ മറ്റ് സംസ്ഥാനങ്ങളിലെ പരസ്യം ഇവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്ക് കോൺഗ്രസിന്റെ മുഖപത്രമായി പ്രവർത്തിക്കേണ്ടി വരുന്നു. അതിലെന്താ ഞാൻ പറഞ്ഞത്? എന്താണ് അവർ ഡിഫെയിം ചെയ്തൊരു വാക്കുള്ളത്? ഒരു ഡിഫെയിമേഷൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യം പറയുമ്പോൾ പൊള്ളുന്നത് എന്തിനാ? യാഥാർത്ഥ്യം പറയുമ്പോൾ പൊള്ളരുത്. യാഥാർത്ഥ്യം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് അഡ്മിറ്റ് ചെയ്യണം. നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കേ. മാധ്യമങ്ങൾ എല്ലാ വിധത്തിലും അവർക്ക് ലഭിക്കുന്ന പരസ്യങ്ങൾ കൊടുക്കാറുണ്ട്. അത് ഒരു തരത്തിലും എഡിറ്റോറിയലിനെ ബാധിക്കുമെന്ന് എനിക്കറിയില്ല. പരസ്യങ്ങൾ അതിനപ്പുറം എല്ലാ മാധ്യമങ്ങളും നിങ്ങളുടെ പ്രശ്നം എന്താ അറിയാമോ? നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ഒളിച്ചു വെക്കണം. അതിന് ഒരു ആ മറക്കകത്ത് നിന്ന് നിങ്ങളുടെ കള്ളങ്ങൾ ഞങ്ങൾ പൊളിച്ച് വെളിച്ചത്തേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഭയപ്പെടണ്ട. ഞാൻ പറഞ്ഞാൽ കള്ളം ഉണ്ടെങ്കിൽ അദ്ദേഹം തിരുത്തിക്കോട്ടെ, എനിക്ക് വിരോധമില്ല. ഞാൻ പറഞ്ഞാൽ കള്ളം ഉണ്ടെങ്കിൽ അദ്ദേഹം തിരുത്തിക്കോട്ടെ, അദ്ദേഹത്തിന്റെ അവസരത്തിൽ തിരുത്തിക്കോട്ടെ. എനിക്കൊരു വിരോധമില്ല. ഞാൻ ഒരു തരത്തിലും അതിനെ എതിർക്കുന്നില്ല. ഇനി നേരത്തെ സംസാരിച്ച ഫാദർ അദ്ദേഹം പറഞ്ഞു സഭയ്ക്ക് രാഷ്ട്രീയത്തിൽ എന്താണ് ഇത്?
ഇപ്പോൾ PC ജോർജ് മത്സരിച്ചു, ഷോൺ ജോർജ് മത്സരിച്ചു, അവരൊക്കെ മത്സരിച്ചത് പാർട്ടിയുടെ ലെവലിൽ. അതുപോലെ തന്നെയാണ് കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും അല്ലെങ്കിൽ LDF-ൻ്റെയും UDF-ൻ്റെയും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. ഞാൻ അടുത്തിടെ കണ്ടത്, എന്നോടൊരു സുഹൃത്ത് ഈ ചർച്ച നടക്കുന്ന സമയത്ത് അയച്ചു തന്നൊരു വീഡിയോ ആണ്. അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ബഹുമാനിയായിട്ടുള്ളൊരു പിതാവ്. അദ്ദേഹം ഒരു മാധ്യമം ചോദിക്കുമ്പോൾ വീണ ജോർജിനെയും അബിൻ വർക്കീനെയും പറ്റി ചോദിക്കുന്ന സമയത്ത് ആ പിതാവ് പറയുന്നുണ്ട്, അവർ 2 സഭയുടെ കുഞ്ഞുങ്ങളാണ്, അവർ 2 പേരിൽ ഒരാൾ ജയിച്ചു വരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഈ പറഞ്ഞ പിതാവ് പറഞ്ഞതുപോലെയാണെങ്കിൽ, ഫാദർ പറഞ്ഞതുപോലെയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ ദേ ഹാവ് നോ ബിസിനസ് എങ്കിൽ അദ്ദേഹം പറയേണ്ടതെന്നാണ്, അവിടെ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്നു, ആ രാഷ്ട്രീയ പാർട്ടികൾ ആര് ജയിച്ചു വന്നാലും ഞങ്ങൾക്ക് സഭയ്ക്ക് ഒരു പ്രശ്നവുമില്ല എന്നല്ലേ സ്വാഭാവികമായി പറയേണ്ടത്. അപ്പോൾ ഈ നിലയിൽ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഓരോ മനുഷ്യർക്കും രാഷ്ട്രീയം ഉണ്ടാകുമല്ലോ, അവർ അത് പറയുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഏത് എക്സ്റ്റെൻറ്റ് വരെ പോകണം എന്നുള്ളത് അവരവരുടെ തീരുമാനമാണ്, അവരത് പറയട്ടെ. ഞാനൊരു കാര്യം പറഞ്ഞ് പൂർത്തിയാക്കാൻ എന്നെ അനുവദിക്കണം. ഇവിടെ ഇപ്പോൾ നമ്മൾ ആര് വോട്ട് ചെയ്യും എന്ന് നോക്കിക്കൊണ്ടാണോ BJP നിലപാടുകൾ സ്വീകരിക്കേണ്ടത്? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരോടും വോട്ട് അഭ്യർത്ഥിക്കും, അതിൽ അവർക്ക് ചെയ്യുന്നവരുണ്ടാകും, ചെയ്യാത്തവരുണ്ടാകും. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ അതിനുശേഷം വോട്ട് തന്നില്ല ഇങ്ങനെ ചെയ്യും എന്ന് പറയുമോ? ഇത് വോട്ടെടുപ്പിന് തൊട്ട് പിന്നാലെ ഇങ്ങനെ പറയുമ്പോൾ ഇത് വോട്ടിന് വേണ്ടി നിങ്ങൾ കാണിച്ച നാടകമാണോ എന്ന് ആർക്കായാലും സംശയം തോന്നും. ഇതിനെ പിന്നെയും ന്യായീകരിക്കുമ്പോൾ അത് കൂടുതൽ ഉറപ്പിക്കപ്പെടും. ശരി, ഇനി ഞാൻ എനിക്ക് എൻ്റെ കാര്യം പറയാമല്ലോ. അദ്ദേഹം ഈ ഷോൺ ജോർജ് ആണല്ലോ നിങ്ങൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട പ്രതി. അദ്ദേഹം എന്താണ് സഭകളോട് മോശമായി പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്? അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പം താങ്കൾ പറഞ്ഞു എല്ലാവർക്കും പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ, ഇഫ് ദർ ഇസ് എ പൊളിറ്റിക്സ്, നിങ്ങൾക്ക് എന്നോടൊരു വിരുദ്ധമായ പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ വൈ ഷുഡ് ഐ ബോദർ ഫോർ യു? ഞാൻ എന്തിന് നിങ്ങൾക്ക് വേണ്ടി കെയർ ചെയ്യണം എന്നുള്ള ചോദ്യമല്ലേ? അല്ലാതെ അദ്ദേഹം എന്തെങ്കിലും മോശമായി പറഞ്ഞോ? അദ്ദേഹം ഏതെങ്കിലും സഭാ മേലധ്യക്ഷന്മാരെ നികൃഷ്ടജീവി എന്ന് വിളിച്ചോ? അദ്ദേഹം ഏതെങ്കിലും സഭാ മേലധ്യക്ഷന്മാരെ കാണിച്ചു തരാം എന്ന് പറഞ്ഞോ? അല്ലെങ്കിൽ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കും എന്ന് പറഞ്ഞോ? വളരെ മോശമായ പദപ്രയോഗങ്ങൾ നടത്തി താമരശ്ശേരി ബിഷപ്പിനെയൊക്കെ വിളിച്ചതുപോലെ വളരെ മോശമായ പദപ്രയോഗങ്ങൾ അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് വഴിമുടക്കുന്നു എന്നുള്ള സ്റ്റാൻഡ് അദ്ദേഹത്തിനുണ്ട്. ആ സ്റ്റാൻഡ് വന്നാൽ എങ്ങനെയാണ് ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് റീച്ച് ചെയ്യാൻ സാധിക്കുക എന്ന ചോദ്യം അദ്ദേഹം ചോദിച്ചു. അതിലെന്താണ് പ്രശ്നം? അതിലെന്താണ് ഒരു തെറ്റായി നിങ്ങൾ കാണുന്നത് എന്താണ്? എനിക്കത് പറഞ്ഞു തന്നാൽ ഞാൻ തന്നെ ഷോൺ ഏട്ടനോട് പറയാം, ചേട്ടാ ഈ ചേട്ടൻ പറഞ്ഞ ഈ കാര്യം തെറ്റാണ്, അത് ഞാൻ തിരുത്തണം എന്ന് ഞാൻ പറയാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ഞങ്ങളെ മാറ്റി നിർത്തുമ്പോൾ ഞങ്ങളെ തൊട്ടുകൂടാത്തവരായി തീരുമാനിച്ചാൽ സ്വാഭാവികമായും അത് പറയണ്ടേ, ഞങ്ങൾ എന്തിനു നിങ്ങൾ തൊട്ടുകൂടാത്തവരായി തീരുമാനിക്കുന്നു എന്ന് തീരുമാനിക്കും. ഇനി ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഈ പിതാക്കന്മാരുമായിട്ടുള്ള വിഷയമല്ല. ഞാൻ പറഞ്ഞോട്ടെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവരോട് ഒരിക്കലും അങ്ങനെ എവിടെയാ പറഞ്ഞത്? നിങ്ങൾക്ക് കാണിച്ചു തരാം. അല്ല, ഇങ്ങോട്ടില്ല എങ്കിൽ ഇതായിരിക്കും സമീപനം. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, എന്നോട് ഒരാൾക്ക് സ്നേഹമില്ല, എന്നോട് ഒരാൾക്ക് അന്ധമായ ശത്രുതയാണ്, ഞാൻ അയാളെ സ്നേഹിച്ചതുകൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരാൾ എന്നെ കണ്ടാൽ കൊന്ന് തിന്നാൻ വേണ്ടി നിൽക്കുന്ന ഒരാളോട് ഞാൻ എത്ര സ്നേഹത്തോടെ അങ്ങോട്ട് പോയിട്ടെങ്കിൽ കാര്യമുണ്ടോ? അപ്പോൾ എന്നോട് എങ്ങനെയാണോ ഇങ്ങോട്ട് ബഹുമാനം കൊടുത്താലേ ഗീവ് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് പറയാറില്ലേ, ഇങ്ങോട്ട് ബഹുമാനം തന്നാൽ അങ്ങോട്ടും കിട്ടുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് ഞാൻ ഒരു 100 വട്ടം പല ചർച്ചകളിൽ പറഞ്ഞു, ഞങ്ങളുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ല. ഞങ്ങൾക്ക് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഞങ്ങൾ നടത്തുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗങ്ങളിലേക്ക് ഔട്ട്റീച്ച് നടത്തുന്നത് ഇവിടെ നടത്തുന്ന ഒരു കള്ള നറേഷൻ ഉണ്ട്. ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരാണ്, ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരാണ്, ഞങ്ങൾ ദളിതർക്കെതിരാണ്, ഞങ്ങൾ അവർക്കെതിരാണ്, ഇവർക്കെതിരാണെന്ന് പറഞ്ഞ് ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ കപട രാഷ്ട്രീയക്കാരും നടത്തുന്ന ഒരു നറേഷൻ ഉണ്ട്. ആ നറേഷനെ തോൽപ്പിക്കാൻ, ആ നറേഷൻ അല്ല ഞങ്ങൾ എന്താണ് എന്ന് ഞങ്ങൾ അവരുടെ മുന്നിൽ കൃത്യമായി അവരുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അല്ലാതെ അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നുണ്ടോ, അവരെല്ലാവരും നാളെ ഞങ്ങൾക്കാണ് വോട്ട് ചെയ്യുന്നത്. ഇപ്പോ PC ജോർജ് പറഞ്ഞതുപോലെയുള്ള പ്രതികരണം എന്തിനു വരുന്നു? മറ്റുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞുള്ള അദ്ദേഹത്തിനോട് ചോദ്യം. അദ്ദേഹം ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. അദ്ദേഹം ഒരു കാൻഡിഡേറ്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരായി വോട്ട് ചെയ്തപ്പോൾ സ്വാഭാവികമായി അദ്ദേഹം ഇത്രയും കാലം അദ്ദേഹം സഹായിച്ച ആളുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹായം ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ അല്ലെങ്കിൽ നേരിട്ടും അല്ലാതെയും കിട്ടിയിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിനെതിരായി എന്തെങ്കിലും പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ സഹായിച്ചതുപോലെ ഈ സഭയെ വേറെ ആരും സഹായിച്ചിട്ടില്ല, എന്നിട്ട് എന്നോട് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തിയത്. അത് കൃത്യമായി പേഴ്സണൽ ആണ്, അത് പൊളിറ്റിക്സ് അല്ല, അത് BJP-യുമായി റിലേറ്റഡ് ചെയ്ത പൊളിറ്റിക്സ് അല്ല, അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യമാണ്. അദ്ദേഹം പേഴ്സണലി പറഞ്ഞല്ലോ ഇതെന്റെ വ്യക്തിപരമായ കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അത് BJP-യിലേക്ക് കണക്ട് ചെയ്യുന്നത് ഒരു ദുഷ്ടലാക്കോട് കൂടിയാണ്. അതിൽ ഞങ്ങൾക്ക് നിങ്ങളെ ഇനിയിപ്പോൾ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും പണി ചെയ്യാനൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇനി ഞാനൊരു കാര്യം, ഇതിനകത്ത് ദീപിക എന്ന് പറയുന്ന അല്ലെങ്കിൽ പത്രം അവർ ചെയ്യുന്നത്
ഒരു 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 എന്താ രണ്ട് മുട്ടനാടുകളെ തമ്മിൽ ഇടിപ്പിച്ചിട്ട് അതിന്റെ ഇടയിൽ നിന്ന് ചോര കുടിക്കുന്ന പണിയാണ്. അത് ഞങ്ങൾക്ക് സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡ് അവർ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി അവർ ഏത് നിലയ്ക്കാണോ ഞങ്ങളോട് പെരുമാറുന്നത് അതേ നിലയ്ക്ക് തിരിച്ചും പെരുമാറും. ശരി, ഞാൻ മറ്റ് രണ്ട് അതിഥികളിലേക്ക്, CPM-ന്റെയും കോൺഗ്രസിന്റെയും അതിഥികളിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീ ജോർജ് കള്ളിവയലിലേക്ക് പോവുകയാണ്. ശ്രീ ജോർജ് കള്ളിവയലിൽ നോക്കൂ, ദീപികയുമായിട്ടാണ് പ്രശ്നം. ദീപികയുടെ മാധ്യമം എന്ന പ്രതിച്ഛായ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ് ദീപിക യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അതിനെതിരെയാണ് സംസാരിക്കുന്നത് എന്ന് ഷോൺ ജോർജ് ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. PC ജോർജ് പറഞ്ഞ ഭാഷ താങ്കൾ കേട്ടിട്ടുണ്ടാകുമല്ലോ, എന്താണ് പറഞ്ഞത് എന്നത്. അപ്പോൾ അതാണ് നിലപാട്. സഭയ്ക്കെതിരല്ല, രാഷ്ട്രീയം പറയുന്ന സ്ഥാപനത്തിനെതിരാണ് എന്നാണ് വിശദീകരണം. 2-3 കാര്യങ്ങള്. ഒന്ന്, പല തെറ്റിദ്ധാരണകളും BJP-യുടെ വക്താവ് പരത്തുന്നുണ്ട്. ഒന്ന്, ദീപിക ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ഞാൻ കഴിഞ്ഞ 36 കൊല്ലമായി അതിനകത്ത് ജോലി ചെയ്യുന്ന ആളാണ്. എഡിറ്റോറിയലിലെ ചീഫ് എഡിറ്റർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും രണ്ടാമത്തെ എഡിറ്റർ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ 25 കൊല്ലമായി ഡൽഹിയിലെ ബ്യൂറോ ചീഫാണ്. അപ്പൊ ദീപികയെ കുറിച്ച് കൃത്യമായി അറിയാമെന്ന് പറയാൻ വേണ്ടി മാത്രമേ പറഞ്ഞു. ദീപികയിൽ ഇപ്പോഴും ജോലി ചെയ്യുന്നു, എഡിറ്ററായി തന്നെ, ഡൽഹിയുടെ ബ്യൂറോ ചീഫാണ്. അപ്പോ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്, ഒരു വ്യക്തിയുടെ അല്ല, ഏതെങ്കിലും ഒരു സഭയുടെ അല്ല. എന്നാൽ ഇതിനകത്ത് കത്തോലിക്ക സഭയ്ക്ക് ഭൂരിപക്ഷം ഒരു ഷെയർ ഹോൾഡിംഗ് ഉണ്ട്. അതിന്റെ അർത്ഥം ഇത് കത്തോലിക്ക സഭയുടെ മുലപത്രമല്ല, കത്തോലിക്ക സഭയുടെ ഉടമസ്ഥതയിലുള്ള ഒരു സെക്യുലർ ദിനപത്രമാണ്. അത് ഒരു കാര്യം അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഒന്ന്, പരസ്യം ഉൾപ്പെടെ PC ജോർജിന്റെ ഏറ്റവും വലിയ ആക്ഷേപം അദ്ദേഹത്തിന്റെ ഫോട്ടോ കൊടുക്കും. ഞാൻ കഴിഞ്ഞ ഇലക്ഷൻ കാലത്തെ എല്ലാ ദിവസത്തെയും പത്രം, ഞാനിപ്പോ പാലായിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ എല്ലാ പത്രവും എടുത്തു നോക്കി. എല്ലാ ദിവസവും അവിടെയുള്ള LDF UDF കാൻഡിഡേറ്റ്സും കൊടുക്കുന്ന അതേ പ്രാധാന്യം പാലായിൽ ഷോൺ ജോർജിനും പൂഞ്ഞാറിൽ PC ജോർജിനും അദ്ദേഹത്തിന്റെ ഫോട്ടോ എല്ലാ ദിവസവും കൊടുത്തിട്ടുണ്ട്. അപ്പൊ പക്ഷെ ഇതൊക്കെ കള്ളമാണ്. പിന്നെ BJP-യുടെ പരസ്യത്തിന്റെ കാര്യം പറയുന്നത് കേട്ടു, കോൺഗ്രസിന്റെ പരസ്യം. എന്നാൽ ഞാനിവിടെ ഔദ്യോഗികമായി പറയുന്നു, കോൺഗ്രസ് തന്നതിൽ കൂടുതൽ പണം BJP-ആണ് തന്നത്. 1-ാം പേജ് മുഴുവൻ പേജുകൾ പല ദിവസങ്ങളിൽ തന്നു, അര പേജ് തന്നു, 1/4 പേജ് തന്നു. BJP തന്നിടത്തോളം പണം കോൺഗ്രസ് തന്നിട്ടില്ല. അപ്പൊ ആ ഒരു തെറ്റിദ്ധാരണ അങ്ങ് മാറി നിൽക്കട്ടെ. CPM-ഉം തന്നു, ഇടതുമുന്നണിയും തന്നു. അപ്പൊ ഞങ്ങളൊരു പൊതു പത്രമാണ്, ഞങ്ങൾക്ക് എല്ലാ സമൂഹത്തിലേക്കും ചെല്ലണം. ഇതൊരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി ആദ്യം പറഞ്ഞതേ ഉള്ളൂ. രണ്ടാമത്തെ ഈ പ്രധാന പോയിന്റുകൾ, ഒന്ന്, ഇവിടെ ഞങ്ങൾക്ക് PC ജോർജോ ഷോൺ ജോർജിനോടൊന്നും ഒരു വിരോധമില്ല. വ്യക്തിപരമായി എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. കഴിഞ്ഞ 10-40 വർഷത്തിലേറെയായി ജോർജ് എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഷോണൊക്കെ എന്നെ സംബന്ധിച്ചോളം പയ്യന്മാരാണ്. ഞാൻ ഇന്നലെയും കണ്ടു. ഈ അച്ഛന്മാരെയും മെത്രാന്മാരെയും തെറി വിളിച്ചിട്ട് ഇന്നലെ പാലാ ബിഷപ്പ് ഹൗസില് ശ്രീ ഷോൺ ജോർജ് മുഴുവൻ മെത്രാന്മാരുടെ മുന്നേ ചെന്ന് കുമ്പിടുന്നത് ഞാൻ നേരിട്ട് കണ്ടു. ഞാനും ഉണ്ട് ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പാലായിലെ പഴയ മെത്രാൻ, ഞങ്ങളുടെ മുൻ മെത്രാൻ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ തിരുമേനിയുടെ 100ാമത് പിറന്നാൾ ആഘോഷത്തിൽ മുഴുവൻ ബിഷപ്പുമാരും പങ്കെടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ പാലാ ബിഷപ്പും കാഞ്ഞിരപ്പള്ളി ബിഷപ്പും ചങ്ങനാശ്ശേരി ബിഷപ്പും തൃശ്ശൂർ ബിഷപ്പും അടക്കം, അത് ബോംബെയിലെ കർദിനാൾ മുതൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മുതൽ കർദിനാൾ അടക്കമുള്ളവര്, എല്ലാ പ്രധാനപ്പെട്ട ഒരു 45ഓളം ബിഷപ്പുമാർ മാത്രം പങ്കെടുത്തു. അവിടെ ഫ്രാൻസിസ് ജോർജും ജോസ് കെ മാണിയും മോൻസ് ജോസഫും അടക്കമുള്ള നേതാക്കൾ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ മാന്യമായിട്ട് കൂടിപ്പോയി. ഒരു പ്രശ്നവും ആർക്കും ഉണ്ടായിട്ടില്ല. ഇദ്ദേഹം അവിടെ ഈ ചീത്ത വിളിച്ചവരെന്തിനാണ് ഈ ഒരു ബൊക്കയും പൂച്ചണ്ടുമായിട്ട് അവിടെ വന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്ന് PC ജോർജും ചെന്നു. ഇന്ന് PC ജോർജ് ഇതേ ബിഷപ്പിനെ പാലാ ബിഷപ്പ് ഹൗസിൽ ചെന്നു. അപ്പോ ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു വിരോധമില്ല. ദീപിക പത്രത്തിനും ഈ PC ജോർജ് ഇത് പറയുമ്പോഴും PC ജോർജ് ദീപിക പത്രം ഇപ്പോഴും വരുത്തുന്നുണ്ട്, ഇന്നും വരുത്തുന്നുണ്ട്, ഇന്നും വായിക്കുന്നുണ്ട്, കാശ് മുടക്കി വരുത്തുന്നുണ്ട്. BJP ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ കാശ് മുടക്കി പരസ്യം ചെയ്യുന്നത് ദീപികയ്ക്ക് വായനക്കാരുള്ളത് കൊണ്ടും ഒക്കെ. പിന്നെ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ വേണ്ട, ഇവരൊക്കെ ഈ ചീത്ത വിളിക്കുന്നതുകൊണ്ടായിരിക്കും. ഇന്ന് കേരളത്തില് 4 ദിനപത്രങ്ങളാണ് ശമ്പളം മുടക്കമില്ലാതെ പൂർണ്ണമായി ശക്തമായി മുന്നോട്ട് പോകുന്നത്. അതിലൊന്നാണ് ദീപിക. അത് ഞങ്ങൾക്ക് 1 രൂപയുടെ ശമ്പളം കുടിശ്ശികയില്ല. ഇവിടെ ഭംഗിയായി കാര്യങ്ങൾ പോകുന്നു. അതിലൊക്കെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അത് ഇവരാരും വിചാരിച്ചാൽ തകർക്കാൻ കഴിയില്ല. പിന്നെ പ്രധാനമായിട്ട് രേണുക മനസ്സിലാക്കേണ്ടത്, ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് വിമർശനങ്ങളാകാം, ആർക്കും കത്തോലിക്ക സഭയെ വിമർശിക്കാം, ദീപിക പത്രം, പക്ഷെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്താൽ അത് ഞങ്ങൾ പൊറുക്കില്ല, അത് ഞങ്ങളുടെ ജനങ്ങൾ പൊറുക്കില്ല. അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്നത്തെ മുഖപ്രസംഗത്തിൽ
കവലച്ചട്ടമ്പികൾ എന്ന പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. ആ കവലച്ചട്ടമ്പികൾ എന്നുള്ള പ്രയോഗം ആരെങ്കിലും സ്വയം ഏറ്റെടുത്തു? ആരുടെയും പേര് പറയുന്നില്ല. അവിടെ ഹിറ്റ്ലറുടെയും നാസിയുടെയും മുതല് ഡൊണാൾഡ് ട്രംപിന്റെ വരെയുള്ള അധികാരം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നതിനെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് ഉറച്ചു നിൽക്കുന്നു. ഒരു വാക്ക് പോലും ദീപിക എഴുതി തെറ്റില്ല. ഞങ്ങൾ ആരെയും ആക്ഷേപിക്കുന്നില്ല. പക്ഷേ കവലച്ചട്ടം ഇത്തരമായിട്ട് ആരെങ്കിലും വന്നാൽ അത് കണ്ട് പേടിക്കുന്നില്ല എന്ന് മാത്രമല്ല, കുറെ കൂടെ ശക്തമായി ഞങ്ങളുടെ നിലപാടുകൾ, മതേതര നിലപാടുകൾ, രാഷ്ട്രീയ ഒരു കക്ഷി ചേരാതെയുള്ള നിലപാടുകൾ, എന്തായാലും കവലച്ചട്ടമ്പി രാഷ്ട്രീയ അവസരവാദി പ്രയോഗങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അത് തന്നെ ആയിരിക്കും നിലപാടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ വസന്ത് സിറിയക്ക് നോക്കൂ, ഇവിടെ ഇപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചയായി തന്നെ ഇത് മാറുന്നുണ്ട്. ആ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് സംരക്ഷണം ഒരുക്കും എന്ന നിലയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. BJPയുടെ പിന്തുണയോടെയാണ് ഈ ആക്രമണങ്ങളും അധിക്ഷേപങ്ങളും നടക്കുന്നത്. അതിന് ചെറുക്കാൻ UDF മുന്നിൽ ഉണ്ടാകും എന്ന് പറയുന്നു. അപ്പോൾ BJP പറയുന്നു, പാലാ ബിഷപ്പിന്റെ നേരെയുണ്ടായ പോപ്പുലർ ഫ്രണ്ട് പ്രതിഷേധത്തെ നേരിടാൻ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്ന കാര്യം. ആ സമയത്ത് ഈ VD സതീശനെയും കണ്ടില്ല, CPMന്റെ ആരെയും കണ്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതൊരു മാധ്യമവുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ്. ഞങ്ങൾ ബിഷപ്പിനോ സഭയ്ക്കോ എതിരെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അതിനെ മയപ്പെടുത്താനുള്ള ശ്രമവും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടല്ലോ. ഊളന്മാർ എന്ന് വിളിച്ച ദീപികയുടെ മാനേജ്മെന്റിനെയാണോ? പിന്നെ അങ്ങ് ചോദിച്ചു കവലച്ചട്ടമ്പി എന്ന് വിളിച്ചാൽ അത് PC ജോർജിനെ അങ്ങ് അധിക്ഷേപിച്ചു കളഞ്ഞു ദീപിക എന്ന് പറഞ്ഞാൽ ഒരു മെത്രാനെ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഹിസ് എക്സലൻസി എന്നാണ് ഈ മെത്രാന്മാരെ അഭിസംബോധന തന്നെ ചെയ്യുന്നത്. അപ്പോ അഭിവന്ധ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ അഭിസംബോധന ഉണ്ടാവുക. ആ അഭിവന്ധ്യ പോസ്റ്റിലിരിക്കുന്ന ഒരാളെ ഊളന്മാർ എന്ന് വിളിച്ചാൽ അയാളെ പിന്നെ കവലച്ചട്ടമ്പി എന്നല്ലാതെ പിന്നെ മാന്യദേഹം എന്ന് വിളിക്കണോ? അതാണോ അങ്ങ് അല്ലെങ്കിൽ BJP ആവശ്യപ്പെടുന്നത്? രണ്ടിവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞു ഷോൺ ജോർജിന്റെയും PC ജോർജിന്റെയും പരാമർശങ്ങൾ അത് വ്യക്തിപരമാണ്. അതെങ്ങനെ അങ്ങനെ എടുക്കാൻ പറ്റുക? ഷോൺ ജോർജ് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ പരാമർശത്തെ അത് വീട്ടിൽ ഇരുന്നപ്പോൾ തോന്നിയതാണേ, അങ്ങനെ അങ്ങ് പറഞ്ഞതാണേ എന്ന കണക്കിന് പറഞ്ഞിട്ട് നാളെ രാവിലെ വന്ന് കുമ്പിട്ട് ഇപ്പൊ നേരത്തെ ജോർജ് സാറ് പറഞ്ഞതുപോലെ കുനിഞ്ഞ് കയ്യിലെ മുദ്രമോതിരം മുത്തി തിരിച്ചു പോകാൻ ഷോൺ ജോർജിനെയും PC ജോർജിനെ പോലെയുള്ള തൊലിക്കട്ടി ഏതായാലും കേരള രാഷ്ട്രീയത്തിൽ മറ്റാർക്കും ഉണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഏത് മൃഗത്തോട് ഉപമിച്ചാലാണ് PC ജോർജിനെയൊക്കെ നമുക്ക് കേരള രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്താൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ വഴിയേ ഉള്ളൂ, അത് കാണ്ടാമൃഗമാണ്. അത്രമാത്രം തൊലിക്കട്ടിയാണ്. മിനിഞ്ഞാന്ന് ഇലക്ഷന്റെ തലേ ദിവസം ഊളന്മാർ എന്ന് വിളിച്ച ഒരാൾക്ക് വേണ്ടി കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് വോട്ട് ചോദിക്കണം എന്ന് പറഞ്ഞ നടപടിയാകോ? ഇപ്പൊ ഞാൻ നാളെ ഈ ചർച്ചയിലിരുന്ന് രേണുവിനെ പറയാണ്, രേണു ഒരു ഊളയാണ് എന്ന് പറഞ്ഞിട്ട് നാളെ കഴിഞ്ഞ് തൊട്ട് രേണു എന്നെ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, പരാതി പറഞ്ഞാൽ അതിൽ എന്ത് നീതിയാണുള്ളത്? അതിനെ എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കുക? ഞാൻ അങ്ങേ ഊളയെന്ന് വിളിച്ചു, ഞാൻ അങ്ങേ അധിക്ഷേപിച്ചു, അവഹേളിച്ചു, ഞാൻ അങ്ങേ ആക്ഷേപിച്ചു. അതിനുശേഷം അങ്ങനോട് മര്യാദയ്ക്ക് പെരുമാറണമെന്നും അതേ ഭാഷയിൽ അങ്ങനോട് മറുപടി പറയാത്തത് അങ്ങയുടെ മാന്യത. പക്ഷേ അതിനുശേഷം അങ്ങനെ വീണ്ടും ആനയിച്ചിരുത്തി ചായയും നട്ട്സും തന്ന് ചർച്ചയ്ക്ക് വിളിച്ചിരുത്തണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് സാധ്യമാകുക? അപ്പോ മെത്രാന്മാർ, പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷന്മാർ ജോസ് പുളിക്കപ്പിതാവിനെ പറ്റിയാണ് വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. ഇന്ന് പോലും PC ജോർജ് പാലാ രൂപത ആസ്ഥാനത്ത് പോയി നിന്ന് കാഞ്ഞിരപ്പള്ളി മെത്രാനെ അസഭ്യം പറയുകയാണ്. അപ്പോ അങ്ങനെ ഇദ്ദേഹം ഇലക്ഷന്റെ തലേ ദിവസം വിളിച്ചിട്ട് ഊളകൾ എന്ന് വിളിച്ചപ്പോ അതിന് തിരിച്ച് ആ രീതിയിൽ മറുപടി പറയാത്തത് സഭയുടെ മാന്യതയാണ്. അപ്പൊ സഭ അത് പറഞ്ഞില്ല. എന്നിട്ട് അതിന്റെ പിറ്റേ ദിവസം തൊട്ട് PC ജോർജിന് വേണ്ടി സഭ വോട്ടും കൂടെ ചോദിക്കണം എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ സാധിക്കുക? രണ്ട് ഘടനാപരമായ തെറ്റുകൾ ഈ ചർച്ചയിൽ BJP പ്രതിനിധി പറഞ്ഞു. ഒന്ന്, ഫാരിസ് അബൂബക്കറിന്റെ പത്രമാണ് ദീപിക എന്ന്. ദീപിക പത്രമുത്തശ്ശി, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡെയിലികളിൽ ഒന്ന് ഡെയിലി. അങ്ങനെയുള്ള ഒരു പത്രത്തെ ഫാരിസ് അബൂബക്കറിന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാനൊന്നും BJP കിണഞ്ഞങ്ങ് പരിശ്രമിക്കണ്ട. അങ്ങേക്കെന്നല്ല, രാഷ്ട്രീയ ബോധമുള്ള എല്ലാവർക്കും അറിയാം ദീപികയുടെ നിറം അത് കത്തോലിക്ക സഭയുടെ നിറം തന്നെയാണ്. ദീപികയുടെ എഡിറ്റോറിയൽ കത്തോലിക്ക സഭ തള്ളി പറയുന്നോളം വരെ അത് കത്തോലിക്ക സഭയുടെ എഡിറ്റോറിയൽ ആണ്.
അത് ഞാൻ പറഞ്ഞതല്ല, ഞാൻ പറയേണ്ടതല്ല. പക്ഷേ ബഹുമാനപ്പെട്ട അച്ഛൻ എന്ന് പറയാൻ വിട്ടുപോയി. കത്തോലിക്ക സഭയെ തള്ളി പറഞ്ഞോളം വരെ ദീപികയുടെ എഡിറ്റോറിയൽ കത്തോലിക്ക സഭയുടെ എഡിറ്റോറിയലാ. അവർ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോ ഫാരിസ് അബൂബക്കറിന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടി ആ കൂടെ കുറച്ച് വോട്ട് പിടിച്ചേക്കാം എന്നുള്ള ശ്രമവും ആ ദുഷ്ടലാക്കുമൊക്കെ കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കുമെന്ന് മനസ്സിലാക്കിയാൽ മതി. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇവർ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറഞ്ഞ് കേക്കും ക്രിസ്മസ് സമ്മാനവും ഈസ്റ്റർ എഗ്ഗും ഒക്കെ ആയിട്ട് അരമനകൾ കയറി ഇറങ്ങി നടന്ന സമയത്ത് ഇവർക്ക് ഈ ബോധം തോന്നിയില്ലല്ലോ. ക്രിസ്ത്യൻ സഭകളെ തന്നെ, അവരുടെ സ്ഥാപനങ്ങളെ തന്നെ, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളെ തന്നെ നേരിട്ട് ബാധിക്കുന്ന FCRA അമെന്റ്മെന്റ്, ആ FCRA അമെന്റ്മെന്റ് വരുമ്പോ അയ്യോ കുഴപ്പമില്ല, ഷോൺ ജോർജും PC ജോർജും നമുക്കുണ്ടല്ലോ, ഡിങ്കൻ ഉണ്ടല്ലോ, മായാവി ഉണ്ടല്ലോ, പ്രശ്നമില്ല, നമുക്ക് സമാധാനത്തോടു കൂടി ഇരിക്കാം എന്ന് പറഞ്ഞ് സഭ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ആ പണിയൊന്നും നടക്കില്ല. ആ തിട്ടൂരൊന്നും ഇവിടെ വില പോവില്ല. അവരുടെ ഒരു മിനിറ്റ് രേണു, ഞാൻ അവസാനിപ്പിക്കാം. അവരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരു ഭരണകൂടം ഇടപെടാൻ പോവുകയാണ്. നേരത്തെ ജോർജ് സാർ വളരെ കൃത്യമായി അത് അടയാളപ്പെടുത്തി. നോക്കൂ, സ്റ്റാലിനെ പോലെ, ഹിറ്റ്ലറെ പോലെ ഫാസിസ്റ്റിക്കായി ഒരു സംവിധാനത്തിന്റെ കഴുത്തിന് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു നിയമവുമായി ഒരു ഗവൺമെന്റ്, ഒരു ഭരണകൂടം നേരിട്ടിറങ്ങി പുറപ്പെടുമ്പോൾ ആ ഫാസിസത്തിനെതിരെ ശബ്ദിക്കാൻ പറ്റിയില്ലെങ്കിൽ ദീപിക അടച്ചുപൂട്ടണം എന്നാണ് എന്റെ അഭിപ്രായം. അതിനെതിരെ ശബ്ദിച്ചില്ലായിരുന്നെങ്കിൽ ദീപിക പിരിച്ചുവിടുന്നതാണ് നല്ലത്. അതിനെതിരെ സംസാരിച്ചില്ലെങ്കിൽ കത്തോലിക്ക സഭ ഈ പണി നിർത്തുന്നതാണ് നല്ലത്. അതിനെതിരെ സംസാരിച്ചു എന്നതാണ് തെറ്റ്. അതിനെതിരെ സംസാരിച്ചു എന്ന തെറ്റിന്റെ പേരിൽ, അതായത് അവർക്കെതിരെ, കത്തോലിക്ക സഭയ്ക്കെതിരെ അവർക്ക് നീതി ലഭ്യമാകാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ, നാട്ടിൽ ജസ്റ്റിസ് ഇല്ലാതാകുമ്പോൾ അതിനെതിരെ അവർ ശബ്ദിച്ചാൽ ഉടനെ അവരെ വളഞ്ഞിട്ട് ആക്രമിച്ചു കളഞ്ഞേക്കാം. അതിന് വാപോയ കോടാലിയായ ഈ കേരള രാഷ്ട്രീയത്തിലെ സെപ്റ്റിക് ടാങ്കിനോട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നാക്കുള്ള, വിശ്വവിഖ്യാത നാക്കുള്ള PC ജോർജിനെ ഉപയോഗിച്ചുകൊണ്ട് അയ്യോ അത് PC ജോർജ് പറഞ്ഞതാണേ എന്ന് പറഞ്ഞ് BJP അതിന്റെ പുറകിൽ നിന്ന് പപ്പറ്റ് കളിക്കുന്നുണ്ടെങ്കിൽ ആ കളി അപകടത്തിനാണ് എന്ന് BJP മനസ്സിലാക്കിയാൽ മതി. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ സുരേഷ് കുമാർ, നോക്കൂ, ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് വോട്ടൊക്കെ വേറെ വഴിക്ക് പോയി, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളും ആ സമീപനം സ്വീകരിക്കും എന്ന ഒരു നിലപാട് സ്വീകരിക്കപ്പെടുന്നത്. വോട്ട് അഭ്യർത്ഥിക്കുക എന്നതിനപ്പുറം ഇത്തരം നിലപാടുകൾ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായവരിൽ നിന്ന് ഉണ്ടാകുന്നു എന്നത് എങ്ങനെ നമ്മൾ കാണണം? അതെന്തൊരു ഭീതിതമായ ഒരു സാഹചര്യമാണ്. എങ്ങനെയാണ് താങ്കൾ ഇപ്പോഴുണ്ടാകുന്ന ഈ സംഭവ വികാസങ്ങളെ നോക്കിക്കാണുന്നത്? ഇന്ത്യ മഹാരാജ്യത്ത് RSSും സംഘപരിവാര സംഘടനകളും BJP ഉൾപ്പെടുന്നവരുടെ സംഘപരിവാര സംഘടനകൾ അവരുടെ ഒരു പ്രവർത്തന ശൈലിയും രീതിയും ഉണ്ട്. ആ പ്രവർത്തന ശൈലിയിലും രീതിക്കകത്തും ക്രൈസ്തവ മിഷണറിമാരെയും ക്രൈസ്തവ സഭകളെയും അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തെയും ഒക്കെ അവർ ഏത് വീക്ഷണകോണിലൂടെയാണ് നോക്കിക്കാണുന്നത് എന്നതിന്റെ ഏറ്റവും ഉത്തമമായ ദൃഷ്ടാന്തമാണ് ഇന്നലെ ഇന്നുമായിട്ടൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പൊ ശ്രീമാൻ PC ജോർജും അദ്ദേഹത്തിന്റെ മകനും കാണിക്കുന്നത് ഒരു അധിക ചാമ്പ്യന്മാരായി തീരുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വലിയ വെളിച്ചപ്പാടാകുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ നീക്കമാണ് അവർ നടത്തുന്നത്. ഞാൻ മുൻപ് എന്ന രൂപത്തിൽ പുരോഹിതന്മാരെ, പിതാക്കന്മാരെ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള അനാവശ്യങ്ങൾ തെറി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ പാർട്ടിക്കകത്ത് ഏറ്റവും വലിയ ചാമ്പ്യന്മാരായി തീരുമെന്ന അവരുടെ മിഥ്യാധാരണയാണ് അവരെ കൊണ്ട് ഇത്തരം കാര്യങ്ങളെ പ്രേരിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇത് തന്നെയാണ്, ഇതിനേക്കാൾ ഭീകരമായ രൂപമാണ്. ഇത് ടെസ്റ്റ് ഡോസ് ആണ്. ഇതിനേക്കാൾ ഭീകരമായ രൂപമാണ്. ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ല എങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന തിട്ടൂരം നിങ്ങൾ പാലിച്ചില്ല എങ്കിൽ ഞങ്ങൾ എടുക്കാൻ പോകുന്ന ആയുധങ്ങൾ ഏതൊക്കെയാണ് എന്നത് ഒന്നൊന്നായി അവർ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭീകരമായ രൂപമാണ് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നടക്കുന്നത്. അത് ഛത്തീസ്ഗഡിലായിരുന്നാലും ശരി, രാജസ്ഥാനിലായിരുന്നാലും ശരി, അതുപോലെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇപ്പോ ഏറ്റവും നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള ചില കാഴ്ചകളുണ്ട്. അത് ഒറീസയിൽ ആ പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം തീ കൊളുത്തി കൊലപ്പെടുത്തിയത് മുതൽ ഇങ്ങോട്ട് പാലായനം ചെയ്യുന്ന, സഭകൾക്കകത്ത് കയറി യാതൊരുവിധ മര്യാദയ്ക്ക് വളരെ ശാന്തരായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെ അവിടെ കൂവി വിളിച്ചുകൊണ്ട് വന്ന് അവരെ ആക്രമിക്കുക, അടിച്ചോടിക്കുക, അവരെ മേൽ കടുത്ത ആരോപണങ്ങൾ ചൊരിഞ്ഞ് അവരെ വളരെ ഭീകരമായി വേട്ടയാടുന്ന സമീപനം RSS കഴിഞ്ഞ കുറെ കാലമായി സംഘപരിവാര ശക്തികൾ ഇന്ത്യ മഹാരാജ്യത്ത് നേതൃത്വം കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞിരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ ശ്രമിച്ചാലും അത് ഫാക്റ്റാണ്, വസ്തുതയാണ്. ആ വസ്തുത നിലനിൽക്കുന്നിടത്തോളം കാലം ഇവർക്കെതിരായി എല്ലാ തരത്തിലുമുള്ള ബഹുജന രോക്ഷം
അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഭരണഘടന ഉറപ്പ് നൽകുന്ന ആരാധനാ സ്വാതന്ത്ര്യം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇവർ നടത്തുന്ന കടന്നുകയറ്റമുണ്ട്. ആ കടന്നുകയറ്റം ഒറ്റക്കെട്ടായി ചെറുതോൽപ്പിക്കപ്പെടേണ്ടതാണ്. ഒരുപക്ഷെ കേരളമാണ് ഒറ്റപ്പെട്ട തുരുത്തായി നിന്നത്. ഇന്നിപ്പോൾ അതിന്റെ ചാമ്പ്യന്മാരാകുന്നതിന് വേണ്ടി PC ജോർജും മകനും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിരോധാഭാസം നമുക്ക് കാണാൻ കഴിയുന്ന. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഫാദർ ജോൺസൺ തേക്കടയിൽ, നോക്കൂ, ഇവിടെ ഇപ്പോൾ ക്രൈസ്തവ സമൂഹം ഇടക്കാലത്ത് വലിയ രീതിയിൽ ഒരു അടുപ്പം BJP നേതൃത്വവുമായി കാണിക്കുന്നുണ്ട് എന്നത് നമ്മൾ കണ്ടതാണ്. ബിഷപ്പ് പാംബ്ലാനിയുടെ ചില പ്രസ്താവനകൾ ആ നിലയ്ക്ക് ചർച്ച ചെയ്തിരുന്നതാണ്. ഓർത്തഡോക്സ് സഭയൊക്കെ സ്വീകരിക്കുന്ന സമീപനങ്ങൾ, കൂടിക്കാഴ്ചകളൊക്കെ ആ വിധത്തിൽ ചർച്ചയായിട്ടുള്ളതാണ്. മാത്രവുമല്ല, BJPയുടെ ഭാഗത്തു നിന്നും അത്തരമൊരു സമീപനവും ഉണ്ടായിരുന്നു. ഈ ആഘോഷവേളകളിൽ കേക്കുമായി അരമനകളിൽ എത്തുമ്പോഴൊക്കെ അത് വർക്കാവുന്നുണ്ട് എന്നതിൻ്റെയൊക്കെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ക്രിസ്മസിന് പോലും ഉത്തരേന്ത്യയിൽ ഉടനീളം ഉണ്ടായിട്ടുള്ള അക്രമ സംഭവങ്ങൾ, അതിന് പിന്നാലെ ഈ വോട്ടെടുപ്പ് വേളയിൽ ഉണ്ടായിട്ടുള്ള FCRA നിയമ ഭേദഗതി, ഇതൊക്കെ വലിയ ആശങ്ക ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. അതിന് പിന്നാലെ ഉണ്ടാകുന്ന ഈ ഭീഷണി കൂടിയാകുമ്പോൾ യഥാർത്ഥത്തിൽ ക്രൈസ്തവ സമൂഹം ഏതെങ്കിലും തരത്തിൽ അടുപ്പം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിർത്തി പൂർണ്ണമായ ഒരു അകൽച്ചയിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഒരു ഭീതി ജനിപ്പിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ടോ? എങ്ങനെയാണ് താങ്കൾ അതിനെ നോക്കിക്കാണുന്നത്? രണ്ട് കാര്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് പറയാനായിട്ട് ആഗ്രഹിക്കാം. ഒന്ന്, എല്ലാവർക്കും അടിസ്ഥാനപരമായിട്ട് ഒരു രാഷ്ട്രീയ ബോധമുള്ളവരാണ് ക്രൈസ്തവ സമൂഹം. അതിനകത്തെ അച്ഛന്മാരായിരുന്നാലും മെത്രാന്മാരായിരുന്നാലും സന്യസ്തരായിരുന്നാലും അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ചെറുപ്രായം മുതൽ തന്നെയുള്ള ഒരു രാഷ്ട്രീയ ബോധമുണ്ട്. ആ രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത് എല്ലാവരും ചേർത്ത് പിടിക്കുന്നതാണ്. ആരെയും തള്ളിക്കളയുന്നതല്ല, ആരെയും അകറ്റി നിർത്തുന്നതല്ല, വിഘടനവാദം കൊണ്ടുവരുന്നതല്ല. നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും അധികം ആളുകളോട് ഇടപെടുന്ന ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. മൈനോറിറ്റീസ് ആണ് എങ്കിൽ പോലും ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അധ്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. പ്രതിഫലം പോലും ഇച്ഛിക്കാതെ രാപ്പകൽ അധ്വാനിക്കുന്ന ഒരു വർഗമാണ് ക്രൈസ്തവ സമൂഹം. ആ ക്രൈസ്തവ, പ്രത്യേകിച്ച് സന്യസ്തരായിട്ടുള്ള എല്ലാ പുരോഹിതരും, പാസ്റ്റേഴ്സ്, എല്ലാ ജനങ്ങളും. അപ്പൊ അങ്ങനെയുള്ള ജനത്തെ ഭീതിയിലാഴ്ത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും കേരളത്തിൽ വന്നിട്ട് യാതൊരു വിധത്തിൽ കുഴപ്പമില്ല, ഞങ്ങൾ നിങ്ങളുടെ അളിയന്മാരാണ് എന്നുള്ള ധാരണയിൽ ചില ആളുകൾ വരികയും ചെയ്യുമ്പോൾ അവരെ ഞങ്ങള് നിർത്തേണ്ടുന്ന സ്ഥാനത്ത് നിർത്താൻ തക്കവണ്ണം ഞങ്ങൾക്കറിയാം. അവർ കൊണ്ടുവരുന്ന കേക്കുകളോ അല്ലെങ്കിൽ മധുര പലഹാരങ്ങളോ അതൊന്നും ഞങ്ങൾക്ക് എന്താ പറയുന്നത് തിരസ്കരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങൾ എല്ലാവരെയും അടുപ്പിക്കുന്നവരാണ്, ഒരുമിപ്പിക്കുന്നവരാണ്. ഞങ്ങൾ ആരെയും അകറ്റുന്നവരല്ല, എല്ലാവരെയും ഒരുമിപ്പിക്കുന്നവരാണ്. നമുക്ക് ഒരു കാര്യം തന്നെ ചിന്തിക്കാം. ഇപ്പം ഷോൺ ജോർജ് പറഞ്ഞായിട്ടുള്ള ഒരു പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഞാൻ ഈ ദീപിക പത്രവുമായിട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ ദീപപത്രം കണ്ടിട്ടുള്ള അമിത്ഷാജിയുടെ അടുക്കൽ എങ്ങനെയാണ് ക്രിസ്തീയ സഭയ്ക്ക് വേണ്ടിയിട്ട് പോയി വാദിക്കുക എന്ന് ഞാൻ ചോദിക്കട്ടെ. ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആരാ? ക്രൈസ്തവ സഭയെയും സമൂഹത്തെയും ഭീതിപ്പെടുത്തുന്ന ആരാ? എന്നിട്ട് അമിത്ഷായെ പ്ലീസ് ചെയ്യുക എന്നുള്ളതാണോ ഇതിനകത്ത് ഏറ്റവും വലിയ ഷോണിന്റെ പ്രശ്നം? ആണോ? ആദ്യമേ അവർ കാണിച്ചു തരേണ്ടുന്നത് ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ ഭയം കൂടാതെ അവർക്ക് ജീവിക്കുവാനും പ്രവർത്തിക്കാനുള്ള സാധ്യത എല്ലാ സംസ്ഥാനങ്ങളിലും ഉരുവാക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് BJP ഭരിക്കുന്നവരുള്ള സംസ്ഥാനങ്ങളിൽ. കേരളത്തിൽ നിന്ന് തന്നെ ചില ആളുകള് ഇവിടുത്തെ മെഡിക്കൽ ടീമുകളൊക്കെ, എനിക്കറിയാം, എന്റെയൊക്കെ ഇടവകളിൽ നിന്നൊക്കെ പോയിട്ടുണ്ട്. മെഡിക്കൽ ടീമുകൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇവരെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ പറയുന്നത്, ഞങ്ങളെ നിങ്ങൾ അച്ഛന്മാരെന്നോ സിസ്റ്റേഴ്സ് എന്നോ അല്ലെങ്കിൽ പാസ്റ്റേഴ്സ് എന്നോ അഭിസംബോധന ചെയ്യരുത്. കാരണം ഭയമാണ്. അപ്പൊ അങ്ങനെ ഭയന്ന് കഴിയേണ്ടതായ ഒരു കൂട്ടരാണോ ക്രൈസ്തവ സമൂഹം? എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ സംരക്ഷകരാണ് ഞങ്ങൾ, 2.5% നിങ്ങളെ ഞങ്ങളാണ് താങ്ങി നിർത്തുന്നത്. എന്തൊരു അർത്ഥഹീനമായിട്ടുള്ള വാക്കുകളാ അദ്ദേഹം പറഞ്ഞത്. 2.5 സമൂഹമുള്ള ക്രൈസ്തവ സമൂഹത്തെ BJP ആണോ അവിടെ പുലർത്തുന്നത്? BJP ഇവിടെ ഭരണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ക്രൈസ്തവരില്ലായിരുന്നോ? അവരിവിടെ പ്രവർത്തിച്ചിട്ടില്ലേ? അവർക്കിവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നോ? BJP വന്നു കഴിഞ്ഞപ്പോഴാണോ ഇവിടെ ഞങ്ങൾക്കൊക്കെ സ്വാതന്ത്ര്യമുള്ളത്, പ്രവർത്തിക്കാനും ജീവിക്കാനും? ഏത് തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് ഉള്ളത്? ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ള. ഛത്തീസ്ഗഡിലാണെങ്കിലും നിങ്ങൾ അവിടെ ചെന്ന് നോക്കണം. അവിടുത്തെയൊക്കെ ക്രൈസ്തവ സമൂഹം ഭീതിയിലാണ് ജീവിക്കുന്നത്. കാരണം ഇപ്പോൾ യു പിയിൽ ഈ അടുത്ത സമയത്ത് പോലും ഒരു പള്ളിയിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തു ഏക കർത്താവ്, ഏക രക്ഷിതാവ് എന്ന് പറഞ്ഞായിട്ടുള്ള അച്ഛനെ പിടിച്ച് അറസ്റ്റ് ചെയ്തു. ഇന്നാണ് അതിന്റെ ബെയിലെല്ലാം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും അതിനകത്ത് ഒരുപാട് ദുഷ്ടതരങ്ങൾ അവിടെ കാണിക്കുകയും ഇവിടെ വന്നിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ തക്കവണ്ണം ഞങ്ങൾ അത്ര ബുദ്ധിഹീനരാണോ? തീർച്ചയായും ആണോ?
തീർച്ചയായും. നന്ദു എന്നോടാണ് ചോദിക്കുന്നതെങ്കിലും മറുപടി പറയേണ്ടത് താങ്കളാണ്. നോക്കൂ, ഇത് നമുക്കറിയാം, ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവം അറിയാം. പിന്നീട് വലിയ സമ്മർദ്ദം സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി, ഇടപെടലുകൾ ഉണ്ടായി. അതിനുശേഷമാണ് ക്രിസ്മസ് നിരന്തരം അല്ലെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ആക്രമണങ്ങൾ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. അതിൽ BJP പ്രവർത്തകർ പോലും, BJP നേതാക്കന്മാർ പോലും നേരിട്ടിടപെട്ടു എന്നതും നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ പറഞ്ഞോളൂ. ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് അതെല്ലാം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ കഴിഞ്ഞ നാളുകളിൽ ഇവർ പറഞ്ഞത്. എന്നാൽ FCRA എന്ന് പറയുന്നതായിട്ടുള്ള ആ പ്രശ്നം ഒറ്റപ്പെട്ട സംഭവമാണ്. അത് ഇവരുടെ ഭരണകൂടത്തിന് അറിയാതെയാണ് വന്നത്. അതെ, അതിനോട് മറുപടി പറയട്ടെ. തീർച്ചയായും. നന്ദു, ആ പ്രശ്നങ്ങളൊക്കെ ഇരിക്കുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത്, പ്രചരണം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഭേദഗതി പാസ്സാക്കാൻ പോയത്. അവിടെയും ഇവിടെ നിന്ന് ഞങ്ങൾ ഇടപെട്ടാണ് അത് മാറ്റിവെച്ചതിന് ശേഷം എന്താ പറഞ്ഞത്? ഇത് താൽക്കാലികം മാത്രമാണ്, ഇത് പാസ്സാക്കുക തന്നെ ചെയ്യുമെന്നതാണ് കേന്ദ്ര നേതൃത്വം പറഞ്ഞത്. ഈ ഭീഷണിയിൽ നിന്നുകൊണ്ട് എങ്ങനെ ക്രൈസ്തവ സമൂഹം വോട്ട് രേഖപ്പെടുത്തണം എന്നതാണ് പറയുന്നത്. അപ്പോൾ ആരാണ് PC ജോർജിനെയും ഷോണിനെയും യഥാർത്ഥത്തിൽ ചതിച്ചത്? ആരാണ്? കേന്ദ്ര നേതൃത്വമാണോ? അല്ല, ഇതിനകത്ത് ഇപ്പോൾ പിതാവ് പറഞ്ഞ കാര്യം, ആദ്യം പറഞ്ഞ കാര്യം എനിക്കിപ്പോൾ മനസ്സിലായി. അതായത് അവർക്കൊരു രാഷ്ട്രീയമുണ്ട്. പിതാവ് ഇപ്പോൾ ഇവിടെ ഇരുന്ന അദ്ദേഹം സംസാരിക്കുമ്പോൾ, ഞാനൊരു പുരോഹിതൻ എന്നുള്ള നിലയിൽ, അദ്ദേഹം ക്രൈസ്തവ വിഭാഗത്തിൻ്റെ ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ ആ സഭയുടെ അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ആ സഭയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ ധാരണ. പക്ഷേ അദ്ദേഹം ആ ധാരണ കൃത്യമായി, എനിക്ക് മാത്രമല്ല ഇത് കേട്ടുകൊണ്ടിരുന്ന മുഴുവൻ ആളുകളുടെയും ആ ധാരണ അദ്ദേഹം തിരുത്തി. കൃത്യമായി അദ്ദേഹം പറഞ്ഞു, ചെറിയ നാൾ മുതലുള്ള അവരുടെ രാഷ്ട്രീയമാണ് അവർ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു രാഷ്ട്രീയ മറുപടി അതിനകത്ത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കതിനകത്ത് അദ്ദേഹത്തിനോട് പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെയോടുള്ള എല്ലാ റെസ്പെക്റ്റും നിലനിർത്തിക്കൊണ്ട് എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത്, നമ്മൾ ഇപ്പോൾ ഫാദറും ഞാനും താങ്കളും ഒക്കെ ഇരിക്കുന്നത് കേരളത്തിലാണ്. ഈ കേരളത്തിനകത്ത് ഉത്തരേന്ത്യയിലേക്ക് നോക്കി നമ്മൾ കാര്യങ്ങൾ പറയുന്നതിൽ തെറ്റൊന്നുമില്ല, ഞാൻ അതിനെ തെറ്റായിട്ടൊന്നും വ്യാഖ്യാനിക്കുന്നില്ല, അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഈ കേരളത്തിനകത്ത് നിങ്ങൾ സെക്യുലറിസവും മതേതരത്വവും ഒക്കെ വിളമ്പുന്ന ഈ കേരളത്തിനകത്ത് ഈ പറയുന്ന ഒരു സിസ്റ്റർമാർ നടത്തുന്ന ഒരു സ്കൂളിൽ ഒരു കുട്ടി ഹിജാബ് ധരിച്ചു വന്നപ്പോൾ ആ കുട്ടിയെ പുറത്താക്കിയ സിസ്റ്റർമാരുടെ നിലപാട്, അതൊരു ക്രൈസ്തവ കോൺവെൻറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലമാണല്ലോ. ആ പുറത്ത് നിർത്തിയപ്പോൾ ഇവിടുത്തെ ഇടതു വലത് മുന്നണികളുടെ നിലപാട് എന്തായിരുന്നു? ആദ്യമായി അവിടെ സന്ദർശിച്ച രാഷ്ട്രീയ നേതാവ് ആരായിരുന്നു? ഇത് മാത്രം മതി കേരളത്തിനകത്ത് സെലക്റ്റീവായി നടത്തുന്ന രാഷ്ട്രീയത്തിനെ തിരിച്ചറിയാൻ. ഒന്ന്. രണ്ടാമത്, താമരശ്ശേരി ബിഷപ്പിനെയും വിളിച്ചതാരാണെന്ന് ഞാൻ പറയുന്നില്ല, അദ്ദേഹം. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഇരുന്ന D സുരേഷ് കുമാറിൻ്റെ വാചകം കേട്ടപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, എൻ്റെ കർത്താവേ, ആ ഭഗവാന്റെയൊക്കെ സ്വരൂപത്തിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് ഇങ്ങനെയൊക്കെ ഇദ്ദേഹത്തിന് പറയാൻ സാധിക്കുന്നു, എങ്ങനെ കള്ളം പറയാൻ സാധിക്കുന്നു എന്നുള്ളത്. അതായത് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നികൃഷ്ട ജീവി എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്തത് ആരെയാണ്? എന്നാലും അങ്ങനെയൊന്നും കേരളത്തിലെ ഒരു BJP നേതാവും, ഇന്ത്യയിലെ ഒരു BJP നേതാവും ഒരു പുരോഹിതനെയും അത്തരത്തിൽ നികൃഷ്ടമായ വാക്കുകൾ ഉപയോഗിച്ച് അഭിസംബോധന ഇന്ന് വരെ ചെയ്തിട്ടില്ല, ഇനിയോട്ട് ചെയ്യുകയില്ല. ആ ബോധ്യം എനിക്കുണ്ട്. അങ്ങനെയുള്ള ആളുകൾ, ആ ആട്ടുംതോലിലിട്ട ചെന്നായ്ക്കളൊക്കെ വന്നിരുന്നിട്ട് പറയുകയാണ് ഞങ്ങളൊക്കെ മാടപ്രാവിൻ്റെ മനസ്സാണെന്ന് പറഞ്ഞാൽ അത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കെങ്കിലും ദഹിക്കണ്ടേ? മിനിമം അദ്ദേഹത്തിനെ ആരാധിക്കുന്നവർക്കെങ്കിലും ദഹിക്കണ്ടേ മിനിമം? അപ്പോൾ ഇത്തരത്തിലുള്ള കപട കണ്ണീരിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്താണെന്നൊക്കെ തിരിച്ചറിയാനുള്ള ബുദ്ധി കേരളത്തിനകത്തുള്ള നല്ല ക്രൈസ്തവ സഹോദരന്മാർക്കുണ്ട് എന്ന് എൻ്റെ ബോധ്യം എനിക്കുണ്ട്. ഇനി ഇതിനകത്ത് ഞാൻ പിതാവിനോട് പറഞ്ഞ മറുപടിക്ക് അപ്പുറത്ത് എനിക്ക് FCRA ഒരു മറുപടി ഉണ്ടെന്ന് ഞാൻ പറയാം. അതിനോടൊപ്പം തന്നെ ഇവിടെ ഷോൺ ജോർജ്, ഇവിടെ ദീപികയുടെ പത്രാധിപർ, അദ്ദേഹം പത്രാധിപർ എന്നാണ് ഞാൻ എഡിറ്റർ, അദ്ദേഹം ഇവിടെ പറഞ്ഞു, ആദ്യം ഞാൻ ചർച്ചയിൽ സംസാരിച്ച് തുടങ്ങിയപ്പോൾ അദ്ദേഹം കുറേ കാര്യങ്ങളിലെത്തുള്ളൂ. ഞാൻ പറഞ്ഞ 2 പോയിന്റിനെ അദ്ദേഹം ഗണ്ണിച്ചില്ല. ഒന്ന്, ഫാരിസ് അബൂബക്കറിന് ഈ പറയുന്ന ദീപികയുമായിട്ടുള്ള ബന്ധത്തെ അദ്ദേഹം ഗണ്ണിച്ചില്ല, ഇതുവരെ ഗണ്ണിച്ചില്ല. കത്തോലിക്ക സഭയ്ക്ക് ഷെയർ ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, അദ്ദേഹം ഗണ്ണിച്ചില്ല. ഈ രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞ BJPയും തന്നിട്ടുണ്ട് ഇലക്ഷൻ സമയത്ത്, കോൺഗ്രസും തന്നിട്ടുണ്ട് ഇലക്ഷൻ സമയത്ത്, CPM തന്നിട്ടുണ്ട് ഇലക്ഷൻ സമയത്തെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇതിനെ താങ്ങി നിർത്തുന്ന പ്രധാനപ്പെട്ട അച്ചുതണ്ട് ആരാണ് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം ആ സമയത്തിൽ അതിനിടയിൽ കയറി അദ്ദേഹം സംസാരിച്ചു എന്നുള്ളതല്ല, അതിനദ്ദേഹം കണ്ണിച്ചില്ല ഇതുവരെ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ ഞാൻ അവരുടെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് വെക്കുന്നു. ഇനി ഷോൺ ജോർജ് ഒരു പിതാവിൻ്റെ ജന്മദിനത്തിന് വന്ന് കൈമുത്തുന്നതിൽ എന്തിനാണ് ദീപികയുടെ പത്രാധിപർക്ക് ഇത്ര വേവലാതി? അങ്ങനെ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ പറഞ്ഞിട്ട് ഇവിടെ വരണ്ട എന്ന് ആ പിതാക്കന്മാർ പറയട്ടെ, അല്ലെങ്കിൽ ആ സഭകൾ പറയട്ടെ. ആ സഭകളുടെ അട്ടിപ്പേർ അവകാശം ഒന്നും ദീപികയുടെ എഡിറ്റർക്ക് കൊടുത്തിട്ടുമില്ല, കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും അധികാരമുണ്ട് എന്ന് ദീപികയുടെ എഡിറ്റർ വിചാരിക്കുന്നതിന് തങ്ങൾക്ക് അങ്ങനെ ഒരു അധികാരമില്ല എന്ന് താങ്കൾ ഇപ്പോൾ തന്നെ ബോധ്യപ്പെട്ടോളൂ. അപ്പോൾ ഞങ്ങൾ സഭയുമായി എങ്ങനെ ലൈസൻസ് ചെയ്യണം, ഞങ്ങൾ സഭയുമായി എങ്ങനെ മിണ്ടണം, ഞങ്ങൾ സഭയിലെ പിതാക്കന്മാരോട് എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കുന്നത് ദീപികയുടെ എഡിറ്റർ അല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു അവകാശം ഉണ്ടെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ താങ്കൾ വിഡ്ഢികളുടെ മൂഢസ്വർഗത്തിലാണ്. ഇനി രാഷ്ട്രീയ പാർട്ടികൾ ആരായാലും ഇനി അദ്ദേഹം തീരുമാനിക്കണ്ടല്ലോ. അതെ, BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒരു പിതാവിന്റെ ജന്മദിനത്തിന് പോകണോ വേണ്ടേ തീരുമാനിക്കുന്നത് ദീപികയുടെ എഡിറ്റർ ആണോ? അങ്ങനെ ഒരു ധാരണയുണ്ടോ നിങ്ങൾക്ക്? അല്ല എന്ന് ഞാൻ ശക്തമായി തന്നെ പറയുന്നു, ദീപികയുടെ എഡിറ്റർ അല്ല.
അദ്ദേഹം തീരുമാനിക്കുകയും വേണ്ട. അദ്ദേഹത്തിന്റെ സ്റ്റാഫുകളുടെ കാര്യം തീരുമാനിച്ചാൽ മതി. ഒരു ഭാഗത്ത് ഭീഷണിയും ഒരു ഭാഗത്ത് അത് പറയാൻ ഇപ്പൊ ഞാൻ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, സഭയുടെ അധ്യക്ഷനെ നിങ്ങൾ പറയുന്നത് ഒരു ഭാഗത്ത് ഭീഷണി ഒരു ഭാഗത്ത് അനുനയ ശ്രമങ്ങൾ ഞാനൊരു കാര്യം പറയട്ടെ. അതല്ല ചോദിച്ചത്. രാഷ്ട്രീയ പാർട്ടികൾ സമുദായ നേതാക്കളോട് വോട്ട് അഭ്യർത്ഥിക്കുകയും അല്ലെങ്കിൽ ആ രീതിയിൽ സമുദായങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. കിട്ടും കിട്ടാതിരിക്കും. പക്ഷെ അവർ ഭരണത്തിൽ വന്നാൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ല എന്ന് കാണിച്ചുകൊണ്ട് പ്രതികാര നടപടി നടത്തുകയോ ഇതുപോലെ പരസ്യമായി പ്രതികരിക്കുകയോ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെയും സർക്കാരായി ഏത് സഭയോടാണ് സർക്കാരാണല്ലോ അധികാരത്തിൽ വരുന്നത്. അല്ലെങ്കിൽ ജയിക്കുന്നവരാണെങ്കിലും എല്ലാവർക്കും വേണ്ടി MLA ആയാൽ എല്ലാവർക്കും വേണ്ടിയാണല്ലോ പ്രവർത്തിക്കുന്നത്. അല്ലാണ്ട് വോട്ട് ചെയ്തവർ വോട്ട് ചെയ്യാത്തവരെ ഞങ്ങൾ അവിടെ ചെന്ന് എന്ത് പറയും, നിങ്ങളെ ഞങ്ങൾ ആ രീതിയിൽ കാണും എന്ന് പറയുകയല്ലോ ആരും ചെയ്യുന്നത്. അതൊരു സാമാന്യ മര്യാദയല്ല. അതല്ലേ നമ്മളുടെ രീതി. കാടടച്ച് വെടിവെക്കുന്നതിന് പകരം ഞാൻ രേണുവിനോട് കൃത്യമായി പറയാം, ഈ ഭീഷണി സ്വരം വരുന്നത് BJP ഒരു ഭീഷണിയും ഒരു സഭയ്ക്ക് നേരെ ഒരു ഭീഷണിയും അല്ലല്ല നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കണ്ട. ഒരു ഭീഷണിയും ഒരു സഭയ്ക്കെതിരെയും ആരും പറഞ്ഞിട്ടില്ല. കാടടച്ച് വെടിവെക്കുന്ന നിലയിൽ നിങ്ങൾ ഇതിനെ ഒരു ലെയർ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതാണ്. അതിനപ്പുറം അവരാരും ഞാൻ കേട്ടിടത്തോളം ഞാൻ കേട്ട സ്റ്റേറ്റ്മെൻറ്റുകളിലൊന്നും ഒരു സഭയും വ്യക്തിപരമായി ഭീഷണിപ്പെടുത്തുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി അങ്ങനെ തോന്നിയവരുണ്ടെങ്കിൽ അവർ സ്വയമായിട്ട് ചിന്തിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്നെ ഒരാൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എൻ്റെ ജന്മദിനത്തിന് അദ്ദേഹത്തിന് വരാൻ സാധിക്കില്ലല്ലോ. ഞാൻ പറയില്ല നിങ്ങൾ എൻ്റെ കാര്യത്തിന് എന്നെ പറഞ്ഞിട്ട് എൻ്റെ കാര്യത്തിന് വരണ്ട എന്ന് ഞാൻ പറയില്ല. നിങ്ങൾ എൻ്റെ പോയിന്റ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ കയറി ചർച്ച കൊണ്ടുവന്ന് വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് എന്നെ അങ്ങനെ രക്ഷപ്പെടുത്തി വിടാൻ അല്ലല്ല. ഇനി സതീഷ് നമ്മുടെ വസന്ത് സിറിയൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ഈ ഡിങ്കനെ കണ്ടപ്പെട്ട തിരിച്ചറിയാൻ പറ്റും. കാരണം ദിവസം രാഹുൽ ഗാന്ധിയുടെ പടം കാണുന്നുണ്ട്, അദ്ദേഹത്തിന് അതറിയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ചർച്ചകളിലേക്കൊന്നും പോകുന്നില്ല. ഇനി FCRA ബില്ല് ഞാൻ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളോടും ചോദിക്കുന്നു, FCRA ബില്ല് എങ്ങനെയാണ് ക്രൈസ്തവർക്കെതിരാവുന്നത്? എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്കത് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പഠിച്ച FCRA ബില്ലിൽ രാഷ്ട്രവിധ്വംസക പ്രവർത്തനത്തിനും രാജ്യത്തിനെതിരായിട്ട് പണം സ്വരൂപിക്കുന്നവർക്കും എതിരായിട്ടുള്ള ഒരു നിലപാടാണ് കേന്ദ്രം അവതരിപ്പിച്ചിട്ടുള്ള FCRA ഭേദഗതി എന്നാണ് ഞാൻ പഠിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അതിലെവിടെയാണ് ക്രൈസ്തവ സമൂഹങ്ങളെ അല്ലെങ്കിൽ ക്രൈസ്തവ സഭകളെ അല്ലെങ്കിൽ ക്രൈസ്തവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് FCRA ബിൽ പെരുമാറുന്നത് എവിടെയാണെന്ന് നിങ്ങൾ എല്ലാവരും കൂടി എനിക്ക് പറഞ്ഞു തരണം. എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ശരി, ആ ആശങ്കകൾ പരിഹരിക്കും എന്നതാണ് പ്രകാശ്, അല്ലെങ്കിൽ ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് നടക്കും എന്ന ഒരു സൂചനയാണ് ഇന്ന് പ്രകാശ് ജാവ്ദേക്കർ നൽകിയിട്ടുള്ളത്. എല്ലാവരുടെയും ആശങ്കകൾ പരിഹരിക്കപ്പെടും, ചർച്ച ചെയ്യപ്പെടും എന്ന ഒരു സൂചന നൽകിയത്. വിദേശ നിക്ഷേപം സ്വീകരിക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്ന സർക്കാർ എന്തിനാണ് ഈ ചാരിറ്റിക്ക് വേണ്ടി വരുന്ന പണത്തെ സംശയത്തോടെ കാണുന്നത്? വിഷയം എന്താണെന്നും കൂടി ജോർജ് കള്ളിവയലിൽ നോക്കൂ, ഇവിടെ ഇപ്പോ ഒരു പത്രവും നേതാക്കളും തമ്മിലുള്ള വിഷയമായി ഇത് മാറുന്നു. അത് BJP നേതൃത്വത്തിന്റെ കൂടി അതൃപ്തി ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ നേതൃത്വം അതൃപ്തി അറിയിച്ചതിനെ തുടർന്നാണ് അങ്ങനെ ഒരു പിന്നോട്ട് പോക്ക് എന്ന നിലയിലാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ നന്ദു ഇവിടെ ഇപ്പോൾ BJP പ്രതിനിധിയായി നിന്ന് അവരെ ന്യായീകരിക്കുന്നു എന്നതാണ്. നിങ്ങൾ ഇപ്പോഴും പറയുന്നത് എന്റെ നാവ് ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ നറേഷൻ പറയാണ്. അത് പറ്റില്ല. ഞാൻ പറഞ്ഞത് കൃത്യമായിട്ടാ പറഞ്ഞത്. അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള നിലപാടാണ്. അവരുടെ വ്യക്തിപരമായിട്ടുള്ള നിലപാടാണ്. അല്ലല്ല, അത് ശരിയല്ല. നിങ്ങളുടെ നാവിലൂടെ നിങ്ങളുടെ നറേഷൻ പറഞ്ഞു, എന്റെ നാവിലൂടെ പറയണ്ട. എന്റെ നാവിലൂടെ പറയണ്ട. അത് താങ്കളുടെ ബോധ്യമായിക്കോട്ടെ. അത് എന്റെ പേര് വെച്ച് പറയാം. അല്ല, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, PC ജോർജ് പറഞ്ഞത് PC ജോർജിന്റെ വ്യക്തിപരമായ നിലപാടാണെന്ന് ആദ്യം തന്നെ പറഞ്ഞ ആളാ ഞാൻ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ആളാ. അതിനെയൊന്നും നിങ്ങൾ എന്റെ വെക്കണം. ഞാൻ ചോദിച്ചത് ഷോൺ ജോർജ് എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷന് ഒരു പിതാവിന്റെ ജന്മദിനത്തിന് പോകുന്ന ദീപികയുടെ എഡിറ്റർ അല്ല തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞ സ്റ്റാൻഡ് തന്നെയാണ്. അതിലെനിക്ക് പിന്നോക്കം പോക്കൂല. ആ പറഞ്ഞ നിലപാട് തന്നെയാണ്. PC ജോർജ് പറഞ്ഞ വ്യക്തികളാണെന്ന് നിങ്ങൾ അയാൾ ചോദിക്കുക. അയാൾ ചോദിച്ചപ്പോൾ അയാൾ മറുപടി പറഞ്ഞല്ലോ. അയാൾ ഏതെങ്കിലും ഒരു സഭയെ പറഞ്ഞോ? ഞാൻ അതാ ചോദിക്കണം. നിങ്ങൾ ഏതെങ്കിലും സഭയെ അദ്ദേഹം പറഞ്ഞോ? ഇന്ന സഭയെ വ്യക്തിപരമായി, ഇന്ന ഷോൺ ജോർജ് പറഞ്ഞു ഇന്ന സഭയെ വ്യക്തിപരമായി പറഞ്ഞോ? ഏതെങ്കിലും ഒരു സഭയെ വ്യക്തിപരമായിട്ട് പറഞ്ഞോന്ന് പറഞ്ഞു? അത് ഞാൻ പറഞ്ഞില്ലെന്നേ. ശ്രീ ജോർജ് കള്ളിവയലിൽ താങ്കൾ പറയൂ. ഞാൻ പറയാം. അതായത് 2-3 കാര്യങ്ങള്. ഒന്ന്, അദ്ദേഹം പിന്നെ ആവർത്തിച്ച് കള്ളം പറയുകയാണ്. അദ്ദേഹം BJPയുടെ
PC ജോർജും ഷോൺ ജോർജും പാലാരമനയിൽ പോയതിനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല സ്വാഗതം ചെയ്യുന്നു. ഇദ്ദേഹം എവിടുന്നാണ്? അദ്ദേഹം വന്നിട്ട് പുറത്ത് ചീത്ത വിളിച്ചിട്ട് അകത്ത് വന്ന് കുമ്പിട്ടു എന്ന കാര്യം മാത്രം ജനത്തെ അറിയിക്കണം എന്നതുകൊണ്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ. അതിനകത്ത് ഇദ്ദേഹം വേറെ നറേഷൻ ക്രിയേറ്റ് ചെയ്യണ്ട, ഞാൻ പറഞ്ഞിട്ടില്ല. രണ്ടാമത്, ഇത്രയും നേരം ദീപികയുടെ ഉടമസ്ഥൻ താങ്കൾ പറഞ്ഞ ആ പേര്, ഞാൻ ആ പേര് പോലും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന് ദീപികയുടെ 1 രൂപയുടെ ഷെയറില്ല, ഒരു ഷെയറില്ല. അദ്ദേഹത്തിന് ദീപികയുമായി നൂൽ ബന്ധമില്ല, ഒരു കുഞ്ഞു ബന്ധം പോലും ഇല്ലാത്ത ആളാണ് ദീപികയുടെ ഉടമയാണെന്ന് പറയുന്നത്. അദ്ദേഹത്തെ കുറിച്ചൊക്കെ ദീപികയുടെ ഉടമസ്ഥാവകാശം ഞാൻ കൃത്യമായി പറഞ്ഞു. കത്തോലിക്ക സഭയ്ക്ക് ഭൂരിപക്ഷം ഷെയറുള്ള ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് കൃത്യമായി ഞാൻ ഉത്തരം കൊടുത്തു. പക്ഷെ ഇനി ഏതെങ്കിലും കാര്യത്തിൽ ഇനി PC ജോർജും ശ്രീ ഷോൺ ജോർജും പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെ BJPയുടെ നേതൃത്വം തള്ളി പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ശ്രീമാൻ അമിത്ഷായോ നിതിൻ നബീനോ പ്രിയങ്കരനായ എന്റെ സുഹൃത്ത് ശ്രീ രാജീവ് ചന്ദ്രശേഖരോ ഒരിക്കലും അദ്ദേഹം പറഞ്ഞ പോലെ പറയില്ല. ശരി, ഈ PC ജോർജും ഇപ്പൊ ഇവിടെ ഇരുന്ന് അവരെ മുഴുവൻ ന്യായീകരിച്ചിട്ട് ഞാൻ ന്യായീകരിച്ചില്ലെന്ന് പറയുന്ന BJPയുടെ വക്താവും ഒക്കെ ചെയ്യുന്ന ഇനി ഒരു കാര്യം അത്യാവശ്യമായിട്ട് എനിക്ക് പറയേണ്ടതുണ്ട്. FCRA സംബന്ധിച്ച് തെറ്റിദ്ധാരണ പരത്താനായി കുറച്ച് കാലങ്ങളായി BJPയുടെ കുറെ നേതാക്കളും ഇപ്പോൾ ഈ വക്താവും അടക്കമുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ FCRA 2010 കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത് ആദ്യത്തെ ഒരു അമെന്റ്മെന്റ് ഭേദഗതി കൊണ്ടുവന്നു, ആരും എതിർത്തില്ല. പിന്നീട് 3 അമെന്റ്മെന്റ്സ് കൊണ്ടുവന്നു BJP ഗവൺമെന്റ്, ശ്രീമാൻ നമ്മുടെ നരേന്ദ്രമോദിയുടെ സർക്കാർ, ഒരാളും എതിർത്തിട്ടില്ല. അതായത് ഇപ്പോൾ വരുന്ന ഓരോ രൂപയുടെയും മുഴുവൻ കണക്കുകളും സർക്കാരിനറിയാം. അത് ചെലവഴിക്കുന്നതിന്റെ മുഴുവൻ കണക്കും കൊടുക്കണം. അത് എവിടെ ഓരോ രൂപയുടെയും കണക്ക് സർക്കാരിന്റെ കൃത്യമായുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഈ കണക്കുകൾ കൊടുത്താൽ മാത്രമേ FCRA ഇതെങ്ങനെ ക്രൈസ്തവരെ ബാധിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. പക്ഷെ ഇപ്പോൾ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ FCRA നിയമത്തിന്റെ ഇതിനകത്ത് പരാതിക്കാരനും കേൾവിക്കാരനും അല്ലെങ്കിൽ എല്ലാ ഇത് കേട്ട് തീരുമാനമെടുക്കുന്ന ജഡ്ജും എല്ലാം കോടതിയും എല്ലാം ആഭ്യന്തര മന്ത്രാലയം മാത്രമാണ്. തീർച്ചയായും അങ്ങനെ പല വിധത്തിലുള്ള ആശങ്കകൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. നമ്മുടെ സമയം കുറവായതുകൊണ്ടാണ് അതിലേക്ക് കൂടുതലായി പോകാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ശ്രീ ജോർജ് കളിവയലിൽ ഞാൻ അതുകൊണ്ടാണ് ആ വിഷയത്തെ പരാമർശിക്കാതിരുന്നത്. ശ്രീ സുരേഷ് കുമാർ, നോക്കൂ, ഇവിടെ ഇപ്പോ ഈ നേതൃത്വം ഇതിനെ തള്ളി പറയുന്നില്ല എന്നത് നമ്മൾ എങ്ങനെ കാണണം? മാത്രവുമല്ല ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് എന്നതുകൂടി നമ്മൾ കാണണം. അപ്പോൾ ഈ നിരവധിയായിട്ടുള്ള ആശങ്കകൾ നിലനിൽക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്തും അതിനുശേഷവും ഒക്കെ സ്വീകരിക്കുന്ന നിലപാടുകൾ ക്രൈസ്തവ സമൂഹത്തിന് ആശങ്ക സൃഷ്ടിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന പ്രസ്താവനകളെ പോലും തള്ളിക്കളയാതെ സംസ്ഥാന നേതൃത്വം അതിനെ എൻഡോസ് ചെയ്യുന്നത് ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന ഒന്നാകുമോ? നോക്കൂ, സംഘപരിവാര പ്രത്യയശാസ്ത്രം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മത അജണ്ട പ്രകാരമാണ്. ഇപ്പൊ തന്നെ BJPയുടെ പ്രതിനിധി ഇവിടെ ഒരു കാര്യം ആദ്യം അദ്ദേഹത്തിന്റെ കണ്ടത്തിൽ ഊഴത്തിൽ പറയുകയുണ്ടായി. ഞങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അതിന് അനുവദിക്കുന്നില്ല എങ്കിൽ ഇതാണോ മാർഗം? ഇവിടെ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, ചില നേതാക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള പദപ്രയോഗത്തിനും തുല്യമായി അദ്ദേഹം ചാർത്താൻ ശ്രമിക്കുന്നത് ഒറീസയിൽ ഗ്രാം സ്റ്റേറ്റ്സിനെയും മക്കളായിട്ടുള്ള ഫിലിപ്പിനെയും തിമോത്തിയെയും ഒരു വാഹനത്തിനകത്ത് പിഞ്ചു കുഞ്ഞുങ്ങളെ ചുട്ടുകൊന്ന സംഘപരിവാര പ്രത്യയശാസ്ത്രത്തെ അനുകൂലിക്കുന്ന നിലപാട് ഇവിടെ സ്വീകരിക്കുകയാണ്. ഒഡീഷയിലെ ജലേശ്വറിൽ കന്യാസ്ത്രീകളടക്കമുള്ള വന്ധ്യവയോധികരായിട്ടുള്ള ആളുകളെ നഗ്നരാക്കി ആൾക്കൂട്ടം അടിച്ച് തൊഴിച്ച് നടത്തിക്കൊണ്ടു പോകുന്ന കാഴ്ച നവമാധ്യമങ്ങളിലൂടെ പ്രചരിക്കപ്പെട്ടതാണ്. ഗുജറാത്തിൽ 11,000 കുട്ടികൾ പഠിക്കുന്ന നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടായിരുന്നതാണ്. 11,000 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിനെയാണ് ക്രൈസ്തവ മിഷണറിമാർ നടത്തുന്നു എന്ന ഒറ്റ കാരണത്താൽ സർക്കാർ ഇടപെട്ട് ഏറ്റെടുത്തത്. അതുപോലെ തന്നെ ഒഡീഷയിലെ കത്തോലിക്ക ദേവാലയത്തിനകത്ത് മോബ് അറ്റാക്ക് എന്നാണ് പറയുന്നത്. സംഘപരിവാർ പ്ലാൻ ചെയ്യുന്ന അറ്റാക്കുകൾ, ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന അകത്തേക്ക് അവർ ജയ് വിളിച്ചുകൊണ്ട് കടന്നു കയറുകയാണ് കാവിക്കൊടിയുമായി. എന്നിട്ട് ആ നിരാലംബരായിട്ടുള്ള ആളുകളെ മതപരിവർത്തനം എന്ന കുറ്റം ആരോപിച്ച് അതിക്രൂരമായി ആക്രമിക്കുകയാണ്. ഇതിനെയൊക്കെ ന്യായീകരിച്ചിട്ട് മുഖ്യമന്ത്രി അത് പറഞ്ഞു, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും തരത്തിലുള്ള തൊടുന്യായങ്ങൾ പറയുന്ന രീതി അത് അവസാനിപ്പിക്കണം. നിങ്ങൾക്ക് ആർജവമുണ്ടെങ്കിൽ, BJPക്ക് ആർജവമുണ്ടെങ്കിൽ, നിങ്ങൾ ഈ കേക്കും വൈനുമായിട്ട് പോകുന്ന
ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരോട് ആവശ്യപ്പെട്ട് അവിടെ നടത്തുന്ന ഈ നിരപരാധികളെ, ഈ പാവങ്ങളെ ആക്രമിക്കുന്ന നിലപാടിൽ നിന്നും പിന്തിരിയാൻ പറയണം. അതിനിവിടുത്തെ ഏതെങ്കിലും ഒരു BJP നേതാവ്, രാജീവ് ചന്ദ്രശേഖർ മുതൽ ഇങ്ങ് താഴോട്ടുള്ള ഏതെങ്കിലും ഒരു നേതാവ് അത്തരത്തിലൊരു കാര്യം മുന്നോട്ട് വെക്കാൻ, ആവശ്യമായി മുന്നോട്ട് വെക്കാൻ നാളിതുവരെ തയ്യാറായിട്ടുണ്ടോ? ആയിട്ടില്ല എന്നും മാത്രമല്ല, പ്രത്യക്ഷമായോ പരോക്ഷമായോ അതിന് പിന്തുണ കൊടുക്കുന്ന, ഓശാന പാടുന്ന രീതിയാണ് പലപ്പോഴും ഏതെങ്കിലും ആത്മാർത്ഥത ഈ വിഷയങ്ങളിൽ ഉണ്ടെങ്കിൽ ഇവരെ ഒന്ന് തിരുത്താനെങ്കിലും, പരസ്യമായി തിരുത്താനെങ്കിലും നേതൃത്വം തയ്യാറെടുക്കണം. അല്ല, ഞങ്ങൾ കൃത്യമായി എവിടെയൊക്കെയാണോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അവിടെയൊക്കെ അത് ഇടപെട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഡി സുരേഷ് കുമാർ പറയുന്നത് പോലെ ചെയ്യാൻ പറ്റില്ല. കാരണം അവരെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പാലാ ബിഷപ്പിന്റെ തെറിയും വിളിച്ച് പാലാ ബിഷപ്പിന്റെ കൈയടിച്ചൊടിക്കും എന്ന് പറഞ്ഞ്, അതുപോലെ ഈ പറയുന്ന ഈരാറ്റുപേട്ടയിൽ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് അവിടുത്തെ പിതാക്കന്മാരെ പറയുന്നതൊക്കെ എൻഡോസ് ചെയ്തു കൊടുക്കുന്ന നികൃഷ്ടജീവി എന്ന് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഒരു പിതാവിനെ വിളിക്കുന്ന അല്ലെങ്കിൽ ഒരു ബിഷപ്പിനെ വിളിക്കുന്ന നിലയിലേക്കൊക്കെ തരം താണ ഒരു പാർട്ടി ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്ന CPM-ന്റെ ക്ലാസ് കേട്ടിട്ട് മതേതരത്വം പഠിക്കേണ്ട ഗതികേട് എന്തായാലും BJP-ക്ക് വന്നിട്ടില്ല. BJP-ക്ക് അറിയാം കൃത്യമായി അവരെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്. അവർക്ക് ഈ രാജ്യത്ത് എല്ലാവർക്കും ലഭിക്കുന്ന തുല്യനീതി ഇവിടുത്തെ ക്രൈസ്തവർക്ക് ലഭിച്ചിരിക്കും. അത് BJP ഉള്ളിടത്തോളം കാലം അത് ഞങ്ങൾ ഉറപ്പുവരുത്തിയിരിക്കും. അത് സംശയമൊന്നും വേണ്ട. അതിന് ഇവരുടെ ക്ലാസ് ഞങ്ങൾക്ക് വേണ്ട. സുരേഷ് കുമാറിന്റെ ക്ലാസ് ഞങ്ങൾക്ക് വേണ്ട. സഭാ നേതൃത്വം വളരെ കരുതലോടെയാണ് ഈ വിഷയങ്ങൾ തിരുത്തുണ്ടാകുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. PC ജോർജും ഷോണും BJP-യെ വെട്ടിലാക്കിയോ എന്നതാണ് പ്രേക്ഷകരോട് നമ്മൾ ചോദിച്ച ചോദ്യം. അതേ എന്ന് പറയുന്നു 66% പേർ, അല്ല എന്ന് പറയുന്നത് 31% പേർ മാത്രം. നിഷ്പക്ഷമായ അഭിപ്രായം രേഖപ്പെടുത്തിയത് 3% പേർ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകും.